Hello dear students, എല്ലാവർക്കും ടെല ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കേ, അപ്പോൾ നമ്മൾ ഇന്ന് ഓർഗാനിക്കിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇതാ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഓക്കേ, അപ്പോൾ നിങ്ങൾ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർഗാനിക്കും ഇനോർഗാനിക്കും ഫിസിക്കൽ ഒക്കെ മിക്സ് ചെയ്ത് പഠിക്കായിരിക്കും അല്ലേ? ഓക്കേ, അപ്പോൾ നമ്മൾ ഓർഗാനിക്കിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് അറിയാലോ. ഇപ്പോൾ നമ്മുടെ നോർമൽ എക്സാമിനായാലും കോമ്പറ്റേറ്റീവ് എക്സാംസിനാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ നീറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്റർ എന്ന് അറിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയാലോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ്. ഓക്കെ, ആദ്യം നമ്മുടെ ഹാലോ ആൽക്കെയിൻസ് എന്താണെന്ന് അറിയാലോ. നമ്മുടെ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹൈഡ്രോ കാർബൺസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് ആൽക്കെയിൻസ് എന്നും ആൽക്കൈൻസ്, അതായത് സിംഗിൾ ബോണ്ട്, ഡബിൾ ബോണ്ട്, ട്രിപ്പിൾ ബോണ്ട്, അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചതാണ് അല്ലേ. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ നോർമൽ ആൽക്കെയിൻ ആരാ, നമ്മുടെ CH4 ഇതാരാ, നമ്മുടെ ഫസ്റ്റ് ആൽക്കെയിൻ സീരീസിലെ ഫസ്റ്റ് മെമ്പർ ആണ് അല്ലേ, മീത്തൈൻ. അപ്പോൾ ഇതിലെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഹൈഡ്രജനെ മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്ത് ചേർക്കുന്നു, ഒരു ഹാലജനെ ചേർക്കുന്നു. അതാണെന്ത്, ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ആൽക്കെയിനിൽ ഒരു ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഹാലോ അരീൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ അരയിൽ ഗ്രൂപ്പ് റിംഗ്, നമ്മുടെ ബെൻസിൻ റിംഗ്, നമ്മുടെ റിംഗിൽ നമ്മളൊരു ഹാലജനെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തെന്ന് പറയും, ഹാലോ അരീൻസ് എന്ന് പറയും. അപ്പോൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് നമുക്ക് ജസ്റ്റ് അതിലെ കുറച്ച് സ്റ്റാർട്ടിങ്ങിൽ എന്തൊക്കെയാണ് പറയുന്നത് ആദ്യം ഒന്ന് സ്പീഡിന് പറഞ്ഞു പോയിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇവരുടെ റിയാക്ഷൻ പ്രിപ്പറേഷൻ, കുറച്ച് നെയിം റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിയേ. സോ ഫസ്റ്റ് വൺ, മോണോ ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, മോണോ മീൻസ് വൺ, ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, മോണോ ഹാലോ ആൽക്കെയിൻസ്. ഓക്കെ, C2H5X അല്ലെങ്കിൽ CH3X കണ്ടോ, മോണോ ഹാലോ ആൽക്കെയിൻസ്. അടുത്തത് ഡൈ ഹാലോ. അപ്പോൾ ഇത് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ്, എക്സാമിന് ചോദിക്കുന്ന പാർട്ടല്ല, അതുകൊണ്ട് ഞാൻ സ്പീഡായിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് പറഞ്ഞു പോവാണ്. സോ ഡൈ ഹാലോ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, അതിൽ രണ്ട് ഹാലജൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ദാറ്റ് ഈസ് ഡൈ ഹാലോ ആൽക്കെയിൻ. രണ്ട് ഹാലജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൈ ഹാലോ ആൽക്കെയിൻ. ദെൻ ട്രൈ ഹാലോ ആൽക്കെയിൻ നോക്കിയാൽ മൂന്ന് ഹാലജൻസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ട്രൈ ഹാലോ ആൽക്കെയിൻ, അതായത് മൂന്ന് ഹാലജൻ ഗ്രൂപ്പ് ഉണ്ടാവും. ഇപ്പം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അതൊക്കെയാണ് നമ്മുടെ ഹാലജൻസ് എന്ന് പറയുന്നത് അല്ലേ. ആരൊക്കെയാ, ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഓക്കെ, കൂടുതൽ ഇനോർഗാനിക്കിലേക്ക് പോകണ്ട, നമ്മുടെ ഹാലജൻ 17th ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ അവർ നമ്മൾ ഒരാളാണെന്നുണ്ടെങ്കിൽ മോണോ ഹാലോ ആൽക്കെയിൻസ്, രണ്ടാളാണെന്നുണ്ടെങ്കിൽ ഡൈ ഹാലോ ആൽക്കെയിൻസ്, മൂന്നാളാണെന്നുണ്ടെങ്കിൽ ട്രൈ ഹാലോ ആൽക്കെയിൻസ്, അങ്ങനെയാണ് പോകുന്നത്. സോ ഇത് ഹാലോ ആൽക്കെയിൻസ്. ദെൻ നെക്സ്റ്റ് വരുന്നത് ഹാലോ അരീൻസ്. നോക്കിയാൽ നമ്മുടെ റിങ്ങിൽ ഒരാൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മോണോ ഹാലോ അരീൻ, രണ്ട് പേര് രണ്ട് പൊസിഷനിലായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡൈ ഹാലോ അരീൻസ്. ദെൻ മൂന്ന് പേര് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രൈ ഹാലോ അരീൻസ്. പിന്നെ നമ്മുടെ ബെൻസീൻ റിങ്ങിന് നമ്മൾ ഓരോ പൊസിഷൻസ് ഒക്കെ പറയും, 1 2 3 കൂടാണ്ട് ഈ രണ്ട് പൊസിഷൻ വന്നു കഴിഞ്ഞാൽ ഓർത്തോ, മെറ്റ, ദെൻ ഓപ്പോസിറ്റ് പൊസിഷൻസ് പാര, ഓർത്തോ, മെറ്റ ആൻഡ് പാര പൊസിഷൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ ബെൻസീൻ റിങ്ങിൽ. ഓക്കെ, അപ്പം നമ്മൾ ഹാലോ ആൽക്കെയിൻസും ഹാലോ അരീൻസ് എന്താണെന്നുള്ളതിൻ്റെ ഐഡിയ കിട്ടിയല്ലോ. നമ്മുടെ ആൽക്കെയിൻസിൽ ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാലോ ആൽക്കെയിൻസ്, അതുപോലെ തന്നെ അരയിൽ ഗ്രൂപ്പ് നമ്മുടെ ബെൻസീൻ റിങ്ങിൽ ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹാലോ അരീൻസ്. അതിൻ്റെ എണ്ണം മാറുന്നതിനനുസരിച്ച് മോണോ, ഡൈ, ട്രൈ അങ്ങനെ നമ്മൾ പറഞ്ഞു പോകും. ഓക്കെ അല്ലേ. ദെൻ നെക്സ്റ്റ്, കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ sp3. നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്യുക. അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മുടെ മോണോ ഹാലോ ആൽക്കെയിൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്നുകൂടെ ക്ലാസിഫൈ ചെയ്യുകയാണ്. അതായത് ആൽക്കൈൽ ഹാലൈഡ്സ് അല്ലെങ്കിൽ നമ്മൾ ഹാലോ ആൽക്കെയിൻസ്, മോണോ ഹാലോ, ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള മോണോ ആൽക്കെയിൻസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. ഇത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ ഈ ഹാലോ ആൽക്കെയിൻസ് എന്താ നമ്മൾ അറിയണം. ഓക്കെ, നിങ്ങൾക്ക് എക്സാമിന് ഒരിക്കലും പ്രൈമറി ഹാലോ ആൽക്കെയിൻസ് എഴുതുക, പക്ഷെ അങ്ങനെ ചോദിക്കില്ല. നമ്മൾ എടുക്കുന്ന നെയിം റിയാക്ഷൻസ്, നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് പ്രൈമറി ആരാ, സെക്കൻഡറി ആരാ, ടെർഷറി ആരാ നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ പ്രൈമറി ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈമറി നമുക്ക് ഇങ്ങനെ എഴുതാം. പ്രൈമറി ഹാലോ ആൽക്കെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നോക്കി, അതായത് ഒരാൾ പ്രൈമറി എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഡിഗ്രി എന്നൊക്കെ എഴുതുന്ന പോലെ നമ്മൾ പ്രൈമറി എഴുതുന്നത്. അത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. നോക്കിയേ,
കാർബണിന്റെ 4 പൊസിഷനിൽ ഒരെണ്ണം എന്തായിരിക്കും ഷുവർ ആയിട്ട് ഒന്നൊരു ഹാലജൻ ആയിരിക്കും അല്ലെ, ഒന്നൊരു ഹാലജൻ ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ക്ലോറിൻ എഴുതാം, ഒന്നൊരു ഹാലജൻ ആണ്, ക്ലോറിൻ എഴുതാം. എന്നിട്ട് എന്താ 2 പൊസിഷനിൽ ഹൈഡ്രജൻ ഉണ്ടാവും, ഒരു പൊസിഷനിൽ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും. അതിന് നമുക്ക് R' എന്നോ റെപ്രസെന്റ് ചെയ്യാം. അതായത് നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ CH3HCl കണ്ടോ, CH3 ദെൻ 2 പൊസിഷനിൽ ഹൈഡ്രജൻ, 2 പൊസിഷനിൽ ഹൈഡ്രജൻ, ഒരു പൊസിഷനിൽ നമ്മുടെ ക്ലോറിൻ. അപ്പോൾ പ്രൈമറിയിൽ ഒരു ഇങ്ങനെ പഠിച്ചു വെക്കുക. പ്രൈമറി എന്ന് പറഞ്ഞാൽ 1 നമ്മൾ എഴുതുന്നു, അതിൽ ഒരു കാർബൺ അറ്റാച്ച്, അതായത് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അടുത്ത സെക്കൻഡറി നോക്കിയേ. സെക്കൻഡറി പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. സെക്കൻഡറി നോക്കിയേ, കാർബൺ എഴുതുക, ഒരെണ്ണം നമ്മൾ എന്ത് എഴുതുക, ഹാലജൻ എഴുതുക, ഒരെണ്ണം നമ്മുടെ ഹാലജൻ എക്സ് എഴുതി, ഒരു പൊസിഷനിൽ നമ്മുടെ ഹൈഡ്രജൻ എഴുതി, 2 പൊസിഷനിൽ ആര് വേണം, 2 പൊസിഷൻ. പ്രൈമറി സെക്കൻഡറി എന്ന് പറയുമ്പോൾ നമ്മൾ 2ന് മുകളിൽ ഒരു ഡിഗ്രി അങ്ങനെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡറി. സോ സെക്കൻഡറി നോക്കി എഴുതിയിട്ടുണ്ട്. 2 പൊസിഷനിൽ എന്തായിരിക്കണം, ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. 2 പൊസിഷനിൽ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം, ആൽക്കൈൽ ഗ്രൂപ്പ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്തെന്ന് വിളിക്കും, സെക്കൻഡറി എന്ന് വിളിക്കും. അപ്പോൾ ടേർഷറി എന്താ, ടേർഷറി നിങ്ങൾക്ക് ഓക്കെ അല്ലേ. അപ്പോൾ ടേർഷറി നമ്മൾ 3 ഡിഗ്രി എന്ന് എഴുതുന്ന പോലെ 3 ഡിഗ്രി നമ്മൾ എഴുതുന്ന ടേർഷറി എഴുതുന്നത്. അപ്പം നിങ്ങളൊന്ന് ഗസ് ചെയ്തേ, ഒരു പൊസിഷനിൽ ഹാലജൻ ഉണ്ടാവും, ബാക്കി 3 പൊസിഷനിലും ആരായിരിക്കും, ആൽക്കൈൽ ഗ്രൂപ്പ്സുകളായിരിക്കും. 3 പൊസിഷനിലും ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയിരിക്കും. അവരാണ് നമ്മൾ എന്ത് പറയുന്നത്, ടേർഷറി ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. ടേർഷറി ഹാലോ ആൽക്കെയിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. പ്രൈമറി ഹാലോ ആൽക്കെയിൻസ്. ഓക്കെ, പ്രൈമറി ഹാലോ ആൽക്കെയിൻസിൽ എങ്ങനെയായിരുന്നു, പ്രൈമറി നമ്മൾ എഴുതുമ്പോൾ 1 അല്ല എഴുതുന്നേ. ഓക്കെ, അപ്പോൾ അതിൽ ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, അങ്ങനെ ഓർത്ത് വെക്കുക, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ട്. സോ ആദ്യം CX ബോണ്ട് അങ്ങ് എഴുതുക, ദെൻ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യിക്കുക, ദെൻ ബാക്കി പൊസിഷനിൽ 2. ഇപ്പോൾ എഴുതാൻ ഓക്കെ അല്ലേ. അപ്പോൾ പ്രൈമറി എങ്ങനെയാണ്, പ്രൈമറിയിൽ ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡറിയിൽ എങ്ങനെയാണ്, സെക്കൻഡറി ഹാലോ ആൽക്കെയിൻസിൽ എങ്ങനെയാണ്, കാർബൺ എഴുതുക, നമ്മുടെ ഹാലജൻ എഴുതുക, എത്ര ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യിക്കണം, 2 ആൽക്കൈൽ ഗ്രൂപ്പ്, കാരണം സെക്കൻഡറി ആണല്ലേ. 2 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യിക്കുക, ഒരു ഹൈഡ്രജൻ എഴുതുക. ദെൻ ടേർഷറി എങ്ങനെയാണ്, ടേർഷറിയിൽ 3 അല്ലേ. അപ്പം കാർബൺ CX ബോണ്ട് എഴുതുക, 3 പൊസിഷനിലും കാർബണിൻ്റെ ബാക്കി 3 പൊസിഷനിലും ആരെ എഴുതുക, നമ്മുടെ CH3 ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യിക്കുക, CH3 ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി ഇനി കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലേ, ഈസി അല്ലേ. നമുക്ക് കൺഫ്യൂഷൻ വരും, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. ഇത് കാണാതെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. പ്രൈമറി 1ൽ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, 2 സെക്കൻഡറിയിൽ 2 എണ്ണം, ടേർഷറിയിൽ 3 എണ്ണം, അങ്ങനെ. ഓക്കെ, ദെൻ അല്ലിലിക് ഹാലൈഡ്സ്. ഓക്കെ, അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രൈമറി, സെക്കൻഡറി, ടേർഷറി കണ്ടു. അടുത്ത അല്ലിലിക് ഹാലൈഡ്സ് നോക്കിയാൽ ഇത്രയേ ഉള്ളൂ. അതായത് അല്ലിലിക് ക്ലോറൈഡ്, അല്ലിൽ പൊസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പല ക്വസ്റ്റ്യൻസിലും ചോദിക്കും അല്ലിലിക്, വിനൈൽ. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താ അല്ലിലിക്, ഓക്കെ. അല്ലിലിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലാണ് നമ്മളെപ്പോഴും അല്ലിലിക് കാർബൺ അല്ലെങ്കിൽ അല്ലിലിക് ഹാലൈഡ്സ് നമ്മൾ പറയാം, ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലാണ്. ഫസ്റ്റ് പോയിന്റ്. ഓക്കെ, ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിലാണ് പറയാം. ഇവിടെ നോക്കി, ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ അടുത്ത കാർബൺ, അല്ലെങ്കിൽ നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ അടുത്ത കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും. ആ പൊസിഷൻ അല്ല, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ അല്ല, അതിൻ്റെ നെയ്ബറിങ് കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും. ഒന്നുകിൽ മുകളിലാവാം അല്ലെങ്കിൽ താഴെ ആവാം. മനസ്സിലായോ? അല്ലിലിക് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ, ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൻ്റെ അടുത്ത പൊസിഷൻ. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ നെക്സ്റ്റ് കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും. ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കത്തില്ല, sp3 സിംഗിൾ ബോണ്ട് തന്നെ ആയിരിക്കും. ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ നെയ്ബറിങ് പൊസിഷൻ എന്തായിരിക്കും, ഡബിൾ ബോണ്ട് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം, അല്ലിലിക് ഹാലൈഡ്സ് അല്ലെങ്കിൽ അല്ലിലിക് കാർബൺ. കണ്ടോ, അല്ലിലിക് ഹാലൈഡ്സ് എന്ന് പറയുന്നത് അതിനെ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ എന്താ അല്ലിലിക് ഹാലൈഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലിലിക് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ തൊട്ടടുത്ത പൊസിഷനായിരിക്കും ഡബിൾ ബോണ്ട്, അല്ലെങ്കിൽ ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ അടുത്ത കാർബണിലായിരിക്കും ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സെയിം കാർബണിലായിരിക്കില്ല. ഹാലജനും ഡബിൾ ബോണ്ടും ഒരു കാർബണിലായിരിക്കില്ല, അല്ലിലിക്കിൽ ആയിരിക്കില്ല. ഓക്കെ, ഡബിൾ ബോണ്ടും ഹാലജനും ഒറ്റ കാർബണിൽ ആയിരിക്കില്ല. ഏതിലാ? അല്ലിലിക്കിൽ. ഓക്കെ ആണല്ലോ. സോ ഇവിടെ ബെൻസീൻ റിങ്, ഇവിടെ ഡബിൾ ബോണ്ട്. ഇത് sp2 സിസ്റ്റമാണ്, sp2 സിസ്റ്റം. പക്ഷേ ഇവിടെ sp3 ആയിരിക്കും. കണ്ടോ, ഈ കാർബണിൻ്റെ അടുത്ത കാർബൺ ഡബിൾ ബോണ്ട് ആയിരിക്കും. അല്ലിലിക് കണ്ടല്ലോ. ഇനി നമ്മുടെ ബെൻസിലിക്. ബെൻസിലിക്കിൽ പേര് തന്നെയുണ്ട്, ബെൻസീൻ റിങ് ഉണ്ടായിരിക്കും,
ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് ആര് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കത്തില്ല. ബെൻസീൻ റിങ്ങിൽ ഒരു കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, അതിലായിരിക്കും ആരുള്ളത്, നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിലായിരിക്കും നമ്മുടെ ഹാലജൻ ഉള്ളത്. അതിനെ നമ്മൾ എന്ത് പറയുന്നു, ബെൻസിലിക് എന്ന് പറയുന്നു. അപ്പോൾ അല്ലിലിക് കണ്ടു, ബെൻസിലിക് കണ്ടു. അല്ലിലിക്കിൽ ഡബിൾ ബോണ്ടും ഹാലജനും അടുത്തടുത്തുള്ള കാർബണിലായിരിക്കും, ഒരു കാർബണിലായിരിക്കില്ല. ബെൻസിലിക്കിൽ നമ്മുടെ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഓക്കെ, സോ ഇതൊന്നും പഠിക്കാൻ ഒരുപാട് സമയം എടുക്കരുത്, ജസ്റ്റ് എന്തെങ്കിലും ഒരു ട്രിക്ക് വെച്ച് യൂസ് ചെയ്ത് അങ്ങനെ പഠിച്ചു പോവാം. ദെൻ വിനിലിക് നോക്കിയേ, നേരത്തെ അല്ലിലിക്കിൽ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്. അല്ലിലിക്കിൽ രണ്ടും അടുത്തടുത്തുള്ള ആൾക്കാരായിരുന്നു, സെയിം കാർബൺ അല്ല. ഇവിടെ കണ്ടോ, ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്ത അതേ കാർബണിൽ തന്നെ ആര് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. സോ വിനിലിക്കിൽ എങ്ങനെയാ, ഡബിൾ ബോണ്ടും നമ്മുടെ ഹാലജനും എങ്ങനെയാ, സെയിം കാർബണിലാണ്. സെയിം കാർബണിൽ തന്നെയാണ് ഡബിൾ ബോണ്ടും ഹാലജനും വന്നിട്ടുള്ളത്. കണ്ടോ, ഡബിൾ ബോണ്ടും ഹാലജനും സെയിം കാർബണിൽ അറ്റാച്ച് ചെയ്താൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, വിനിലിക് എന്ന് പറയുന്നു. സോ അപ്പോൾ നമ്മൾ അല്ലിലിക് പഠിച്ചു, ബെൻസിലിക് പഠിച്ചു, വിനിലിക് പഠിച്ചു. അപ്പോൾ ഇത് ഓരോ കോമ്പൗണ്ട്സ് എഴുതുന്ന സമയത്തും എക്സാമിന് നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന സമയത്തും ഇപ്പോൾ അല്ലിലിക് കാർബൺ അതിൻ്റെ എന്തെങ്കിലും ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പം നമുക്ക് ഇതാണ് ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് അറിഞ്ഞിരിക്കണം, വേണ്ടേ? ഓക്കെ, അപ്പം അല്ലിലിക്കിൽ എങ്ങനെയാ, അല്ലിലിക്കിൽ ഡബിൾ ബോണ്ടും ഹാലജനും അടുത്തടുത്തുള്ള കാർബൺ. ബെൻസിലിക്കിൽ ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന CH2 അത് കാർബണിൽ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിനിലിക്കിൽ ഡബിൾ ബോണ്ടും ഹാലജനും സെയിം കാർബണിലായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്, വിനിലിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അരയിൽ നോക്കിയേ. അപ്പോൾ അല്ലിലിക്, ബെൻസിലിക്, വിനിലിക്, അരയിൽ. ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് ആര് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഹാലജൻ. ക്ലോറോബെൻസീൻ അല്ലേ, ഫ്ലൂറോബെൻസീൻ. ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് ആര് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ദിസ് ഈസ് അരയിൽ ഹാലൈഡ്സ്. ഓക്കെ, അരയിൽ ഹാലൈഡ്സ് മനസ്സിലായല്ലോ. ബെൻസീൻ റിങ്ങിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു കാർബൺ ഇല്ലാണ്ട് തന്നെ ആ sp2 കാർബണിൽ തന്നെ ആര് അറ്റാച്ച് ചെയ്തിരിക്കുന്നു, ഹാലജൻ അറ്റാച്ച് ചെയ്തിരുന്നാൽ അതിനെ നമ്മൾ എന്ത് പറയുന്നു, അരയിൽ ഹാലൈഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ ഹാലജൻസിനെ ഒന്ന് പരിചയപ്പെട്ടിട്ടേ ഉള്ളൂ നമ്മൾ ഈ ചാപ്റ്ററിൽ. ഹാലജൻസ് ആരൊക്കെയാണ്, അവരെ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം, ഏതൊക്കെ ടൈപ്പ് ഉണ്ട്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടൈപ്പ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ അല്ലിലിക് ഇപ്പോൾ പഠിച്ചാൽ ഓർത്തിരിക്കേണ്ടത് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി ഓർത്തിരിക്കുക. അല്ലിലിക്, ബെൻസിലിക്, അതുപോലെ വിനിലിക്, അരയിൽ ഹാലൈഡ്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിൽ ബെൻസിലിക്കും അരയിലും ഒരുമിച്ച് പഠിക്കാം, അല്ലിലിക്കും വിനയിലും ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അടുത്ത നോമൻക്ലേച്ചർ ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. അതായത് കുറച്ച് ഹാലോ ആൽക്കെയിൻസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പേര് എഴുതാൻ അറിഞ്ഞിരിക്കണം. അവരുടെ പേര് എങ്ങനെ നമുക്ക് നെയിം ചെയ്യാം എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, നോക്കിയേ, ഫസ്റ്റ് കാർബൺ, സെക്കൻഡ്, തേർഡ് വൺ, 1 2 3. നമ്മൾ നോർമലി ആൽക്കൈൻസ് ഒക്കെ നമ്മൾ നെയിം ചെയ്ത് നമുക്ക് നല്ലോണം അറിയാം അല്ലേ. സോ ഫസ്റ്റ് കാർബണിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് പറയാം, 3 കാർബൺ ഉണ്ട്. 3 കാർബൺ വരുമ്പോൾ റൂട്ട് വേർഡ് പ്രൊപ്പ്. അപ്പം നമ്മളിപ്പോൾ IUPAC നെയിം കുറേ ഡീപ്പായിട്ട് പഠിക്കാനുള്ള ടൈം അല്ല, സോ അതിനനുസരിച്ച് സ്പീഡിന് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, ബ്രോമോപ്രൊപ്പൈൻ അല്ലേ, ബ്രോമോപ്രൊപ്പൈൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ IUPAC നെയിമിങ് നോമൻക്ലേച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ 1 ബ്രോമോപ്രൊപ്പൈൻ, ഫസ്റ്റ് കാർബണിൽ ബ്രോമിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 3 കാർബൺ വിത്ത് സിംഗിൾ ബോണ്ട്. സോ 1 ബ്രോമോപ്രൊപ്പൈൻ. ഓക്കെ, 1 ബ്രോമോപ്രൊപ്പൈൻ. ദെൻ നോക്കിയേ, 1 2 3 സെക്കൻഡ് പൊസിഷനിൽ ആര്, നമ്മുടെ ഹാലജൻ ആയിട്ടുള്ള ക്ലോറിൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, 3 കാർബണും ഉണ്ട്. അപ്പോൾ സെക്കൻഡ് പൊസിഷനിലായ എന്ത് പറയാം, 2 ക്ലോറോ പ്രൊപ്പൈൻ അല്ലേ, 2 ക്ലോറോ പ്രൊപ്പൈൻ. ഓക്കെ, അപ്പോൾ ഇതിനെ എങ്ങനെ പറയാം, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. ഓക്കെ, 2 ക്ലോറോ പ്രൊപ്പൈൻ അത് നമുക്ക് എങ്ങനെ പറയാം, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. ഓക്കെ, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നു. അടുത്തത് നോക്കിയേ, 1 2 3 രണ്ടാമത്തെ പൊസിഷനിൽ മീഥൈൽ ഗ്രൂപ്പ്, ഫസ്റ്റ് പൊസിഷനിൽ ക്ലോറിൻ അല്ലേ. 1 ക്ലോറോ 2 മീഥൈൽ പ്രൊപ്പൈൻ. ഇതിനെന്തെന്ന് പറയാം, ഐസോബ്യൂട്ടൈൽ ക്ലോറൈഡ് നമുക്ക് വേറെ നോർമൽ നെയിമായിട്ട് പറയാം. ഓക്കെ, ഇപ്പം ഇതിൻ്റെ നെയിമൊന്നും എഴുതാൻ ചോദിക്കില്ല, പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കോമ്പൗണ്ട് തന്നാൽ ഇത് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് ആണ്, ഇത് ഐസോബ്യൂട്ടൈൽ ക്ലോറൈഡ് ആണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ നോക്കിയേ, നമ്മുടെ
ആരാ? നമ്മുടെ അരയിൽ ഹാലൈഡ് ആണ് അല്ലേ? അരയിൽ ഹാലൈഡ് ആണ്. ആരാ? ബ്രോമിൻ ആണ്. ബ്രോമോ ബെൻസീൻ അല്ലേ? ബ്രോമോ ബെൻസീൻ. ഇവിടെ കണ്ടോ 1 2 3 ഏതൊക്കെ പൊസിഷൻ അല്ല? 1 3 ഡൈബ്രോമോ ബെൻസീൻ. 1 3 ഡൈബ്രോമോ ബെൻസീൻ. ഇതിനെ നമുക്ക് എന്താ മെറ്റാബ്രോമോ ബെൻസീൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അടുത്ത് നോക്കിയേ 1 2 3. ഓക്കെ, ഫസ്റ്റ് പൊസിഷൻ 3 രണ്ട് മെറ്റാ പൊസിഷനിൽ വന്നിട്ടുണ്ട്. 2 മെറ്റാ ഡൈബ്രോമോ ബെൻസീൻ കണ്ടോ. 1 3 4 ട്രൈബ്രോമോ ബെൻസീൻ നമുക്ക് IUPAC നോമൻക്ലേച്ചർ വെച്ച് പറയാം. 1 3 4 ട്രൈ ബ്രോമോ ബെൻസീൻ എന്ന് പറയാം. ദെൻ ബ്രാഞ്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ള ക്ലോറിനും ബ്രോമിനും അറ്റാച്ച് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ നെയിമിങ് നിങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട നമ്മുടെ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡും ഐസോബ്യൂട്ടൈൽ ക്ലോറൈഡും ഒക്കെ ഓരോരോ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനിടയിൽ പറയാറുണ്ട് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇവരെ നമ്മൾ എന്ത് ചെയ്യുക? റെസണൻസ് സ്ട്രക്ചർ വരയ്ക്കാൻ പറയുക. അവരുടെ എന്താണ് ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യാമെന്നും പറഞ്ഞ് തരും. അപ്പോൾ സ്ട്രക്ചർ തരില്ല, പേര് മാത്രം തരും. അപ്പോൾ നിങ്ങൾ പേര് കേൾക്കുമ്പോൾ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഇതാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാക്കി കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിന് നെയിം ചെയ്യുക, IUPAC നെയിം എഴുതുക എന്ന് പറഞ്ഞിട്ട് ഇതിന് ചോദിക്കത്തില്ല. ഓക്കെ, ഇനി കാർബൺ ഹാലജൻ ബോണ്ടിന്റെ നേച്ചർ എങ്ങനെയാണ്? കാർബൺ ഹാലജൻ ബോണ്ട് സോ നമുക്ക് നോക്കിയാൽ അറിയാം, ഹാലജൻസ് ആർ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ്സ് ഇൻ അവർ പീരിയോഡിക് ടേബിൾ അല്ലേ? നമ്മുടെ 17th ഗ്രൂപ്പ് എലമെന്റ്സിന് എന്താണ്? ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ CX ബോണ്ട് എങ്ങനെയാണ്? ഇതിന്റെ പൊളാരിറ്റി നമ്മൾ പറയണം. നോക്കിയേ, ഹാലജൻ ആറ്റംസ് ആർ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ദാൻ കാർബൺ. കാർബണിനേക്കാളും അവരുടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ് അല്ലേ? ഇലക്ട്രോ നെഗറ്റിവിറ്റി ഭയങ്കര കൂടുതലാണ്. ഓക്കെ, therefore കാർബൺ ഹാലജൻ ബോണ്ട് ഓഫ് ആൽക്കൈൽ ഹാലൈഡ് ഈസ് പോളറൈസ്ഡ്. അവിടെ ഒരു പൊളാരിറ്റി ഡെവലപ്പ് ചെയ്യും. കാർബണും ഹാലജൻ എന്ന് പറയുമ്പോൾ ഒന്ന് ഹൈലി ഇലക്ട്രോ നെഗറ്റീവും മറ്റേത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആളും. ഇലക്ട്രോ പോസിറ്റീവ് ആണെന്ന് ഞാൻ പറയുന്നില്ല, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ആളുമാണ്. സോ ദർ ഈസ് എ പാർഷ്യൽ ചാർജ് ഡെവലപ്പ് ഇൻ CX ബോണ്ട്. CX ബോണ്ടിൽ ഒരു പാർഷ്യൽ ചാർജ് അവിടെ ഡെവലപ്പ് ചെയ്യും. കാർബണിൽ പോസിറ്റീവും നമ്മുടെ ഹാലജനിൽ നെഗറ്റീവും. Carbon atom bears a partial positive charge, whereas halogen bears partial negative charge. So carbon halogen bond length also increases from CF to CI. അതായത് CF ബോണ്ട് ലെങ്തിൻ്റെ നമ്മൾ ഓർഡർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ CFൽ നിന്നും CIയിലോട്ട് പോകുമ്പോൾ കാർബൺ ഹാലജൻ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യും. കാർബൺ ഹാലജൻ, കാർബൺ ഫ്ലൂറിൻ, കാർബൺ ക്ലോറിൻ, കാർബൺ ബ്രോമിൻ, കാർബൺ അയഡിൻ. അപ്പോൾ നമുക്കറിയാം ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറയുമ്പോൾ പീരിയോഡിക് ടേബിളിൽ മുകളിൽ നിന്ന് താഴേക്ക് വരിക. മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും. അറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ കാർബൺ, ഫ്ലൂറിൻ സൈസ് കൂടി വരികയാണ്. അപ്പോൾ ബോണ്ടിൻ്റെ ലെങ്തും അങ്ങോട്ടേക്ക് പോകുന്തോറും എന്ത് സംഭവിക്കും? കൂടി വരും. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ്. സോ 1 മാർക്കിനൊക്കെ ഇവരെ നമുക്ക് അറേഞ്ച് ചെയ്യാം. ഹാലോ ആൽക്കൻസ് ആ CF, CL, CBr, CI ബോണ്ടിനെ ബോണ്ട് ലെങ്ത് കൂടുന്ന ക്രമത്തിൽ ഇൻക്രീസ് ചെയ്യിക്കാന്നൊക്കെ പറഞ്ഞ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് ചോദിക്കും. എന്നിട്ടൊരു 4 ഓർഡറൊക്കെ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ ഓർഡറിനനുസരിച്ച് അറേഞ്ച് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ എങ്ങനെയാ? സൈസ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? ബോണ്ട് ലെങ്ത് കൂടി വരുന്നു. സൈസ് കൂടുമ്പോഴത്തേക്ക് അവരുടെ ആ സ്ട്രെങ്ത് അങ്ങോട്ട് കുറഞ്ഞു വരും. കാർബണുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അങ്ങോട്ട് കുറഞ്ഞു വരും. സോ ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്. ഓക്കെ, പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. CX ബോണ്ട് ഈസ് പോളറൈസ്ഡ് ഡ്യൂ ടു ഹൈ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഓഫ് ഹാലജൻ ആറ്റം അറ്റാച്ച്ഡ് ടു കാർബൺ. കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഹാലജൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കാരണം അവിടെ കാർബൺ ഹാലജൻ ഒരു പാർഷ്യൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. അതുപോലെ തന്നെ ബോണ്ട് ലെങ്തിൻ്റെ ഓർഡർ, ബോണ്ട് ലെങ്ത് കാർബൺ ഫ്ലൂറിൻ, കാർബൺ ക്ലോറിൻ, കാർബൺ ബ്രോമിൻ, കാർബൺ അയഡിൻ സൈസ് കൂടുന്തോറും എന്ത് ചെയ്യുന്നു? ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. സൈസ് കൂടുന്തോറും ബോണ്ട് സ്ട്രെങ്ത് കുറയുന്നത് കൊണ്ട് തന്നെ ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ അല്ലേ? 2 പോയിന്റ് പഠിച്ചില്ലേ? 2 പോയിന്റ്. കാർബൺ ഹാലജൻ ബോണ്ട് എന്ന് പറയുന്നത് പോളറൈസ്ഡ് ആണ്. പാർഷ്യൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും ഓൺ കാർബൺ ആൻഡ് ഹാലജൻ റെസ്പെക്റ്റീവ്ലി. ദെൻ ബോണ്ട് ലെങ്ത് ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ സൈസ് കൂടുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, യെസ്. ഇപ്പോഴും നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്ക് എത്തിയിട്ടില്ല. അതിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള കുറച്ച് ഓർത്തിരിക്കേണ്ട പോയിന്റ്സ്, നമ്മൾ മനസ്സിലാക്കേണ്ട പോയിന്റ്സും കാര്യങ്ങളും മാത്രമേ നമ്മൾ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളൂ. അടുത്തത് സ്റ്റാർട്ടിങ്. യെസ്, എക്സാമിന് ചോദിക്കുന്ന 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഹാലോ ആൽക്കീൻസ്. നമുക്ക് എങ്ങനെ ഇവരെ പ്രിപ്പയർ ചെയ്യാം? അപ്പോൾ നിങ്ങൾ ഓർഗാനിക്കിൻ്റെ ചാപ്റ്റർ കോമൺ ആയിട്ട് ഏത് ചാപ്റ്റർ, അമീൻസ്, ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, ഏത് ചാപ്റ്റർ എടുത്ത് നോക്കിയാലും ജനറൽ ഒരു പാറ്റേൺ അല്ലേ? ആദ്യം അവരെ ഒന്ന് പരിചയപ്പെടുത്തുന്നു. ആരൊക്കെയാണ് ഈ ഫങ്ഷണൽ ഗ്രൂപ്പുള്ള ആൽക്കീൻസ് ഒക്കെ ആരൊക്കെയാണ്? അപ്പോൾ അവരുടെ നമുക്ക് എങ്ങനെ പേരിടാം.
പിന്നെ വരുന്ന പ്രിപ്പറേഷൻ. അവിടെ തൊട്ട് പ്രിപ്പറേഷൻ, കെമിക്കൽ റിയാക്ഷൻ, അത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ വരിക. അപ്പോൾ പ്രിപ്പറേഷൻ തൊട്ട് നമ്മൾ എന്താ നന്നായിട്ട് പഠിക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു 10-25 റിയാക്ഷൻസ് ഒക്കെ ഒരു പ്രിപ്പറേഷനിൽ കൊടുത്തേക്കും, എല്ലാം നമ്മൾ പഠിക്കണം. നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാം. ഓക്കെ, ഇപ്പോൾ ഇത്രയും റിയാക്ഷൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പ്രിപ്പറേഷനും ആൽക്കഹോൾസിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾ ആൽക്കഹോൾസിൻ്റെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അതിൽ നമ്മൾ ഈ റിയാക്ഷൻസ് കുറച്ചൊക്കെ പഠിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ ആൽക്കഹോൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ആരുടെ പ്രസൻസിൽ? സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നമുക്ക് എന്ത് കിട്ടുന്നു? RCl കിട്ടുന്നു. RCl, അതായത് നമ്മുടെ ആൽക്കഹോൾ CH3Cl അല്ലേ. ക്ലോറോമീഥൈൻ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ക്ലോറൈഡ്. സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. നമ്മുടെ ഹാലോ ആൽക്കെയിൻ സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. നമ്മുടെ ആൽക്കഹോൾ പറഞ്ഞതിന് മിസ്റ്റേക്ക്. ആൽക്കഹോൾ HCl ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? ഈ OH ബോണ്ട് പോയിട്ട് അവിടെ എന്ത് വരുന്നു? Cl വരുന്നു. CH3Cl ക്ലോറോമീഥൈൻ വരുന്നു. CH3Cl വരുന്നു. ദെൻ നമ്മുടെ ആൽക്കഹോൾ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഈ സോഡിയം ബ്രോമൈഡിൻ്റെ റിയാക്ഷൻസ് ഒന്നും അത്ര അധികം ഇമ്പോർട്ടൻ്റ് അല്ല. സോഡിയം ബ്രോമൈഡ് സൾഫ്യൂരിക് ആസിഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് തൽക്കാലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു, റിയാക്ഷൻ കണ്ടു, ഇപ്പോൾ XY എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാൽ എഴുതാൻ പാകത്ത രീതിയിൽ കാണാം. പക്ഷേ നിങ്ങൾ ഒരുപാട് ടൈം അതിൽ സ്പെൻഡ് ചെയ്യരുത്. ഫസ്റ്റ് റിയാക്ഷൻ ടൈം കൊടുക്കുക. നമ്മൾ ആൽക്കഹോൾസിൻ്റെ ചാപ്റ്ററിലും ആ റിയാക്ഷൻ പഠിക്കുന്നുണ്ട്. ആൽക്കഹോളും HCl ആയിട്ടുള്ള റിയാക്ഷൻ ആരുടെ പ്രസൻസിലാണ്? സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. ആരുടെ പ്രസൻസിലാണ്? സിങ്ക് ക്ലോറൈഡിൻ്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് ആൽക്കഹോളിൽ നിന്നും നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നു? ഹാലോ ആൽക്കെയിൻസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ആൽക്കഹോളിൽ നിന്നും ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരു റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ഏതാ? ആൽക്കഹോൾ പ്ലസ് HCl ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ക്ലോറൈഡ്. നമുക്ക് എന്ത് കിട്ടുന്നു? ROH എന്നുള്ളത് OHനെ മാറ്റിയിട്ട് Cl വരുന്നു. RCl അവിടെ ഫോം ചെയ്യുന്നു. പഠിച്ചേ? ROH RCl ആയത് കണ്ടോ? HCl പ്ലസ് സിങ്ക് ക്ലോറൈഡ്. HClഉം സിങ്ക് ക്ലോറൈഡ് ഒരു റിയാക്ഷൻ പഠിച്ചു. ഒരു റിയാക്ഷൻ പഠിച്ചല്ലോ. രണ്ടാമത്തെ റിയാക്ഷൻ നിങ്ങൾ അധികം ടൈം കൊടുക്കണ്ട. മൂന്നാമത്തെ റിയാക്ഷൻ നോക്കിയാൽ കാണാൻ പറ്റും. ആൽക്കഹോൾ PCl3 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ PX3 ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. PCl3 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഹാലോ ആൽക്കെയിൻസ് കിട്ടുന്നു. അതിൻ്റെ താഴെ PCl5ൻ്റെ റിയാക്ഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? PCl3 PCl5. അപ്പോൾ PCl5 നമ്മൾ കുറച്ചും കൂടെ പഠിക്കാം. PCl5 ചോദിക്കാറുണ്ട് എക്സാമ്പിൾ. നമ്മൾ രണ്ടാമത്തെ റിയാക്ഷൻ പഠിക്കാൻ പോകുന്നത് നമ്മുടെ ആൽക്കഹോൾ ROH പ്ലസ് PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? RCl പ്ലസ് POCl3 പ്ലസ് HCl. അപ്പോൾ ഈ ബൈ പ്രോഡക്ട്സ് എത്രയെന്ന് ഓർത്തിരുന്നില്ല എന്നുണ്ടെങ്കിലും ആൽക്കഹോൾ PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഹാലോ ആൽക്കെയിനും POCl3 കിട്ടുന്നു. അപ്പോൾ രണ്ടാമത്തെ റിയാക്ഷൻ ആൽക്കഹോൾ പ്ലസ്, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ലാസ്റ്റ് റിയാക്ഷനാണ്, ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് റിയാക്ഷൻ നമ്മൾ HCl ആയിട്ടുള്ളത്. രണ്ടാമത്തെ റിയാക്ഷൻ ആരുമായിട്ടുള്ളതാണ്? ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ്, അത് PCl5. ഫോസ്ഫറസ് പെൻറ്റാക്ലോറൈഡ് PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടുന്നു? നമുക്ക് കിട്ടേണ്ട ആളിനെയും എടുക്കേണ്ട ആളിനെയും അറിയാം അല്ലേ? ആൽക്കഹോളിനെയാണ് എടുക്കേണ്ടത്, കിട്ടുന്നത് നമ്മുടെ ഹാലോ ആൽക്കെയിൻ ആണ്. പിന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് കൂടെ ജസ്റ്റ് പഠിച്ചാൽ മതി. ആരാ? POCl3 പഠിച്ചാൽ മതി. ഓക്കെ, പിന്നെ റെഡ് ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. റെഡ് ഫോസ്ഫറസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായാലും വേറെ ഒന്നും കൊടുത്തിട്ടില്ല. ആൽക്കഹോൾ ഹാലോ ആൽക്കെയിനായിട്ട് മാറുന്നു. ഫൈനൽ റിയാക്ഷൻ SOCl2നെ വിളിക്കുന്ന പേരെന്താ? തയോണൈൽ ക്ലോറൈഡ്. എന്താണ്? തയോണൈൽ ക്ലോറൈഡ്. SOCl2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് SOCl2നെ വിളിക്കുന്ന പേരാണ് തയോണൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ, തയോണൈൽ ക്ലോറൈഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ തയോണൈൽ ക്ലോറൈഡും നമ്മുടെ ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ RCl SO2 HCl ഈ മൂന്ന് ആൾക്കാർ കിട്ടും. നമ്മുടെ ഹാലോ ആൽക്കെയിൻ SO2 HCl കിട്ടുന്നു. പിന്നെ എക്സാമിന് നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റൻ ആണ്, നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ, ആൽക്കഹോളിൽ നിന്നും ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഇത്രയും റിയാക്ഷൻസിലും ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് തയോണൈൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷനാണ്. ഓക്കെ, ഏറ്റവും കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത് തയോണൈൽ ക്ലോറൈഡായിട്ടുള്ള പ്രിപ്പറേഷനാണ്. കാരണം തയോണൈൽ ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കണ്ടോ SO2 ഒക്കെയാണ് കിട്ടുന്നത്, സൾഫർ ഗ്യാസസ്.
അപ്പോൾ നമുക്ക് കൂടുതൽ വീണ്ടും സെപ്പറേറ്റ് ചെയ്യേണ്ട, ഗ്യാസ് അല്ലേ അത് നിങ്ങൾക്ക് എന്ത് ചെയ്തോളും, നമുക്ക് ജസ്റ്റ് പറത്തി വിടാം അല്ലേ, ഗ്യാസ് ആകുമ്പോൾ പൊക്കോളും. നമുക്കപ്പോൾ തയനൈൽ ക്ലോറൈഡായിട്ടുള്ള പ്രിപ്പറേഷനാണ് കൂടുതലായിട്ട് നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനിൽ പ്രിഫർ ചെയ്യുന്നത്. കാരണം അവിടെ SO2 പോലുള്ള ഗ്യാസസ് ആണ് ഫോം ചെയ്യുന്നത്. ഈ ഗ്യാസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഗ്യാസസിനെ നമുക്ക് ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. സോ തയനൈൽ ക്ലോറൈഡ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ഫ്രം ആൽക്കഹോൾ ഫസ്റ്റ് പഠിച്ചത് HCl ആയിട്ടുള്ള റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് സിങ്ക് ക്ലോറൈഡ്, അത്രയും മാത്രം പഠിക്കാം. PCl5 കണ്ടു, അപ്പോഴും നമുക്ക് കിട്ടുന്നു. ദെൻ മൂന്നാമത് ലാസ്റ്റ് നമ്മൾ തയനൈൽ ക്ലോറൈഡായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ SO2 ഇവിടെ മറന്നു പോകരുത്, SO2 നമ്മുടെ ഹാലോ ആൽക്കെയിനും HCl അവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ, ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷൻ ഓക്കെ അല്ലേ, ആൽക്കഹോളിൽ നിന്നും ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്തത് ഓക്കെ അല്ലേ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ, ദീസ് മെത്തേഡ്സ് ആർ നോട്ട് ആപ്ലിക്കബിൾ ഫോർ പ്രിപ്പറേഷൻ. അപ്പോൾ നിങ്ങളിപ്പോൾ ROH എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഹാലോ ആൽക്കെയിൻസ് ഇപ്പോൾ മീഥൈൻ അല്ലെങ്കിൽ ഈഥൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ക്ലോറോ ബെൻസീൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ കാര്യം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം. Okay, these methods are not applicable for the preparation of aryl halide because carbon oxygen bond in phenol has partial double bond character and is difficult to break being stronger than a single bond. ഇപ്പോൾ നമ്മൾ ഈ CH3OH-ൽ നിന്നും നമ്മൾ ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്തു. പക്ഷേ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇതാരാ, ബെൻസീൻ റിങ്ങിൽ OH വന്നിട്ടുള്ള ആള്, ആൽക്കഹോൾസ്. ആരായത്? ദിസ് ഈസ് ഫീനോൾ. ഈ ഫീനോളിൽ എന്തുണ്ട്, ഡബിൾ ബോൺസ് ഉണ്ടല്ലേ. ഡബിൾ ബോൺസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിത് ഫീനോളിന് HCl ഇതൊക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിപ്പയർ ചെയ്യാൻ ഹാലോ ആൽക്കെയിൻ. അത് ഇപ്പം ഇവിടെ നിന്നും Cl ആക്കുക, അങ്ങനെ ഒരു പ്രിപ്പറേഷൻ പോസിബിൾ അല്ല. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. അപ്പം നമുക്ക് ആൽക്കഹോളിൽ നിന്നും ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് ആരുടെ കേസിൽ മാത്രമേ ഉള്ളൂ, ആൽക്കൈൽ ഹാലൈഡ്സിനെ മാത്രമേ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അരൈൽ ഹാലൈഡ്സിനെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറസ്പോണ്ടിങ് അരൈൽ ആൽക്കഹോൾസിൽ നിന്ന്, അതായത് ഫീനോൾസ് പോലുള്ള ഫിനോളിക് കോമ്പൗണ്ട്സിൽ, ഫീനോൾ ഡെറിവേറ്റീവ്സിൽ നിന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പോയിന്റ് മനസ്സിലായോ? നമ്മളിപ്പോൾ ROH ആൽക്കഹോളിൽ നിന്നാണ് ഹാലോ ആൽക്കെയിൻ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫീനോളിൽ നിന്നും നമുക്ക് ഹാലോ ഡെറിവേറ്റീവ്സ് നമുക്ക് അരൈൽ ഹാലൈഡ്സ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. എന്തിൽ നിന്ന് പറ്റില്ല, ഫീനോളിൽ നിന്നും നമുക്ക് അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, ഇറ്റ്സ് വെരി സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ ബോണ്ട്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ആ OH ബോണ്ട് മാറ്റി അവിടെ Cl ബോണ്ട് ആക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഓക്കെ, യെസ്. ഇനി ആൽക്കഹോളിൽ നിന്നുള്ള പ്രിപ്പറേഷൻ കണ്ടു. സെക്കൻഡ് വൺ, ഫ്രം ആൽക്കെയിൻസ് ബൈ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. നമ്മുടെ ആൽക്കെയിനിൽ നിന്നും ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ. ഫ്രീ റാഡിക്കൽ എന്ന് കേൾക്കുമ്പോഴേ ഓർക്കണം, നമ്മുടെ ലൈറ്റ്, UV ലൈറ്റ്, ഫ്രീ റാഡിക്കൽ മെക്കാനിസം, ഫ്രീ റാഡിക്കൽ റിയാക്ഷൻ നടത്താൻ വേണ്ടി UV ലൈറ്റ് കൊടുത്ത് റാഡിക്കൽസിനെ ഫോം ചെയ്യുന്നു. ആരെയാ? ആൽക്കെയിൻസ് എടുക്കുന്നു. നമ്മുടെ ആൽക്കെയിൻസ് എടുക്കുന്നു, ആൽക്കെയിൻസിനെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, അവിടെ ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഇവിടെ മെക്കാനിസം കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഡയറക്റ്റ് ആയിട്ട് റിയാക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ CH3 നമ്മുടെ പ്രൊപ്പൈൻ എടുത്തെന്ന് വിചാരിക്കുക. ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ക്ലോറിനായിട്ട് CH2, നമ്മുടെ ബ്യൂട്ടൈൻ തന്നെ എടുക്കാം, CH3 ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് UV ലൈറ്റ്. എന്ത് സംഭവിക്കുന്നു, ഒരു ഹൈഡ്രജൻ മാറിയിട്ട് അവിടെ ക്ലോറിൻ അറ്റാച്ച് ആവുന്നു. CH3 CH2 Cl, CH3 CH2 CHCl, CH3 കണ്ടോ, രണ്ട് ഐസോമറിക് പ്രോഡക്റ്റ് ഹാലോ ആൽക്കെയിൻസ് അവിടെ കിട്ടി. ഈ സെല്ലിൽ നിങ്ങൾ ഒരുപാട് ടൈം ഇതിനും കൊടുക്കണ്ട, ജസ്റ്റ് നമുക്ക് മനസ്സിലാവും ക്ലോറിനായിട്ട് ഫ്രീ റാഡിക്കലാണ്. അപ്പോൾ ജസ്റ്റ് റിയാക്ഷൻ വന്നിട്ട് വൈ കണ്ടുപിടിക്കുക എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റത്തില്ലേ. ജസ്റ്റ് നമ്മുടെ ആൽക്കെയിൻ എന്തായിട്ട് മാറുന്നു, ഒരു ഹാലോ ആൽക്കെയിൻ ആയിട്ട് മാറുന്നു. അതിൻ്റെ രണ്ട് ഐസോമറിക് പ്രോഡക്ട്സ് ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. മനസ്സിലായി? അപ്പോൾ രണ്ട് ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവും, രണ്ട് കാർബണിലായിട്ട്. അതുകൊണ്ട് രണ്ട് ഐസോമറിക് പ്രോഡക്ട്സ് ആയിരിക്കും അവിടെ കിട്ടുക. നമ്മുടെ ആൽക്കെയിനിൽ നിന്നും UV ലൈറ്റിൻ്റെ പ്രസൻസിൽ, ഓക്കെ, UV ലൈറ്റ് ആൻഡ് ക്ലോറിനേഷൻ ചെയ്യുന്നു. പ്രസൻസിൽ എന്ത് കിട്ടുന്നു, രണ്ട് ക്ലോറോ ആൽക്കെയിൻസ് ഫോം ചെയ്യുന്നു. ഓക്കെ, ദെൻ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്സ്.
ഹൈഡ്രജൻ ഹാലൈഡ്സ്, അതായത് നമ്മുടെ HX, അത് ആരിലാണ് ആഡ് ചെയ്യേണ്ടത്? ആൽക്കീൻസിലാണ്. ഓക്കെ, ആൽക്കീൻസ് ആണ് നമ്മളിവിടെ എടുക്കുന്നത്. ആൽക്കീൻസിൽ നിന്നും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നു? ആൽക്കീൻസിൽ നിന്നും നമ്മുടെ ഹാലജൻസ്, നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇപ്പോൾ C ഡബിൾ ബോണ്ട് ഓക്കെ, നമ്മുടെ ഈഥീൻ മോളിക്യൂൾ C2H4 മോളിക്യൂൾ, C2H4 മോളിക്യൂളിൽ ആരുമായിട്ട് റിയാക്ട് ചെയ്യണം? അപ്പോൾ നമുക്ക് HCl ആയിട്ട് റിയാക്ട് ചെയ്യാം. HCl ആയിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ചെയ്യും? ഡബിൾ ബോണ്ടൊക്കെ ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ മാർക്കോണിക്കഫ്സ് റൂളൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മാർക്കോണിക്കഫ്സ് റൂൾ. HX ആക്കി ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മളെ അടുത്ത ഹാലജൻ പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആൽക്കീൻ എടുക്കാം. ആൽക്കീനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ ഹാലൈഡ് ആഡ് ചെയ്ത പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ഹാലജൻ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ബ്രോമിനായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഇൻ പ്രസൻസ് ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ത് കിട്ടുന്നു? 2 പൊസിഷനിലായിട്ട് ആര് അറ്റാച്ച് ചെയ്യുന്നു? നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, CH2 2 കാർബണിലും എന്ത് ചെയ്യുന്നു? ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഹാലജൻ്റെ പ്രിപ്പറേഷൻ ഫസ്റ്റ് വൺ ഫ്രീ റാഡിക്കൽ ഇൻ പ്രസൻസ് ഓഫ് ക്ലോറിൻ ആൻഡ് UV ലൈറ്റ്, അത് ആൽക്കൈൻ ആയിരുന്നു എടുത്തത്. സെക്കൻഡ് വൺ നമ്മൾ ആൽക്കീൻ എടുത്തു. ആൽക്കീൻ എന്ത് ചെയ്തു? ആദ്യം ഹൈഡ്രജൻ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്തു, ദെൻ ജസ്റ്റ് ഹാലജനുമായിട്ടും ആഡ് ചെയ്തത്. ഹാലജനേഷനും ചെയ്തു, ഹൈഡ്രജൻ ഹാലൈഡും ആഡ് ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആൽക്കീനെ പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് നെയിം റിയാക്ഷനാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ആദ്യം നമ്മുടെ ഹാലജൻ്റെ റിയാക്ഷൻ ആണല്ലോ. അപ്പോൾ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് RCl ഇങ്ങനെ എഴുതാം. CH3 CH2 Cl. ക്ലോറോ ഈഥൈൻ എടുത്തു. ക്ലോറോ ഈഥൈനെ സോഡിയം അയഡൈഡ് ആൻഡ് ഡ്രൈ അസെറ്റോൺ. അപ്പോൾ ഈ 2 പേരും ഒരുമിച്ച് ഓർത്ത് വെക്കുക. സോഡിയം അയോഡൈഡ് ഇൻ ഡ്രൈ അസെറ്റോൺ. അപ്പോൾ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന് നെയിം കേൾക്കുമ്പോഴേ ആദ്യം ഓർമ്മ വരേണ്ടത് എന്താ? ആ റിയേജൻ്റ് നമ്മൾ എന്ത് എടുക്കുന്നു, അതായത് റിയാക്റ്റൻ്റ് എന്താ, പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ റിയേജൻ്റ് ആയിരിക്കും നമുക്ക് എപ്പോഴും എക്സാമിന് ഇവിടെ തന്നിട്ട് നെയിം എന്ത് റിയേജൻ്റ് ആണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനിൽ യൂസ് ചെയ്യുന്നതെന്നൊക്കെ ആയിരിക്കും ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷനിൽ ആൽക്കൈൽ ഹാലൈഡ് ഉണ്ട്, സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ. സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ. അപ്പോൾ ഈ ഒരു പേര് ഓർത്ത് വെക്കുക. ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ നമ്മൾ പോയിന്റ്സ് ആഡ് ചെയ്ത് എഴുതി വെക്കത്തില്ലേ? അപ്പോൾ ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ്റെ അടുത്ത് ആരെ പേര് എഴുതുക? സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ. അപ്പോൾ ആൽക്കൈൽ ഹാലൈഡിൽ നിന്ന് നമുക്ക് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ആൽക്കൈൽ റിയാക്ഷൻ ഓഫ് ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രോമൈഡ് എടുത്തിട്ട് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ആൽക്കൈൽ അയോഡൈഡ്സ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആൽക്കൈൽ അയോഡൈഡ്സിൻ്റെ പ്രിപ്പറേഷനാണ് ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. അവിടുത്തെ റിയേജൻ്റ് എന്താ? ആൽക്കൈൽ അയോഡൈഡ് ആയതുകൊണ്ട് തന്നെ സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ. ഓക്കെ, അപ്പോൾ നമ്മൾ സോഡിയം അയോഡൈഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ആൽക്കൈൽ അയോഡൈഡ് ആയിരിക്കും ഫോം ചെയ്യുക. സ്റ്റാർട്ടിങ് റിയേജൻ്റ് ആയിട്ട് ഏതൊക്കെ എടുക്കാം? റിയാക്റ്റൻ്റ് ആയിട്ട് ഏതൊക്കെ എടുക്കാം? ആൽക്കൈൽ ക്ലോറൈഡോ ആൽക്കൈൽ ബ്രോമൈഡോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും ആൽക്കൈൽ അയോഡൈഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. സോ ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും? CH3 CH2 ഉണ്ടോ? അയഡോ ഈഥൈൻ, ക്ലോറോ ഈഥൈനിൽ നിന്ന് നമുക്ക് അയഡോ ഈഥൈൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ആൽക്കൈൽ അയോഡൈഡ്സിൻ്റെ പ്രിപ്പറേഷനാണ് എന്ത്? ഫിംഗൽസ്റ്റൈൻ റിയാക്ഷൻ. സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസെറ്റോൺ. നെക്സ്റ്റ് നോക്കിയേ, അടുത്ത രണ്ടാമത്തെ നെയിം റിയാക്ഷൻ സ്വാർട്സ് റിയാക്ഷൻ. അപ്പോൾ ആദ്യം പഠിച്ചത് ഫിംഗൽസ്റ്റൈൻ, സെക്കൻഡ് വൺ സ്വാർട്സ് റിയാക്ഷൻ. സ്വാർട്സ് റിയാക്ഷൻ നോക്കിയേ, സിന്തസിസ് ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ്. ആൽക്കൈൽ അയോഡൈഡിൻ്റെ പ്രിപ്പറേഷൻ കണ്ടു. നെക്സ്റ്റ് ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ റിയാക്ഷനാണ്. ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ പ്രിപ്പറേഷനാണ്. അത് നമ്മൾ എന്തെടുക്കുക? ആൽക്കൈൽ ക്ലോറൈഡോ ബ്രോമൈഡോ എടുക്കുക ഇൻ പ്രസൻസ് ഓഫ് മെറ്റാലിക് ഫ്ലൂറൈഡ്. അപ്പോൾ ഇവിടെ എടുക്കുന്നത് സിൽവർ ഫ്ലൂറൈഡ് ആണ്. ഓക്കെ, ഇവിടെ എടുക്കുന്നത് നമ്മൾ ഏതാ? സിൽവർ ഫ്ലൂറൈഡ് എടുക്കുന്നത്. അപ്പം CH3Br ബ്രോമൈഡ് എടുത്തു ഇൻ പ്രസൻസ് ഓഫ് സിൽവർ ഫ്ലൂറൈഡ്. അപ്പോൾ സിൽവർ ഫ്ലൂറൈഡ് വെച്ച് തന്നെ പഠിച്ചു വെക്കാം. മെറ്റാലിക് ഫ്ലൂറൈഡ് സച്ച് ആസ് സിൽവർ ഫ്ലൂറൈഡ് എടുക്കാം, മെർക്കുറി ഫ്ലൂറൈഡ് എടുക്കാം, ഓക്കെ, കൊബാൾട്ട് ഫ്ലൂറൈഡ് എടുക്കാം. പക്ഷേ നമ്മളിവിടെ എന്തെടുക്കുക? സിൽവർ ഫ്ലൂറൈഡ് എടുക്കുന്നു. സിൽവർ ഫ്ലൂറൈഡ് എടുക്കുമ്പോൾ ആരുടെ പ്രിപ്പറേഷൻ? സോഡിയം അയോഡൈഡ് എടുത്തപ്പോൾ നമുക്ക് ആൽക്കൈൽ അയോഡൈഡ് കിട്ടി. സോ അതേപോലെ ഇവിടെ നമുക്ക് ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. CH3F. അപ്പോൾ CH3Brൽ നിന്നും CH3F പ്രിപ്പയർ ചെയ്തു. അപ്പോൾ ഈ ചാപ്റ്ററിൽ 2 നെയിം റിയാക്ഷൻ ഫിംഗൽസ്റ്റൈനും സ്വാർട്സും. ഫിംഗൽസ്റ്റൈനിൽ ആൽക്കൈൽ അയോഡൈഡ് പ്രിപ്പയർ ചെയ്യുന്നു, സ്വാർട്സിൽ ഏത് പ്രിപ്പയർ ചെയ്യുന്നു? ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഐഡൻറ്റിഫൈ ദി പ്രോഡക്ട്സ്
X and Y formed in the following reaction. First reaction നോക്കിയേ, CH3 CH2 OH. അപ്പം ആൽക്കഹോൾ, നമ്മുടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ആൽക്കഹോൾ എവിടെയാണ് പഠിച്ചത്? ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനിലാണ് നമ്മൾ ആൽക്കഹോളിനെ ആദ്യം കണ്ടതല്ലേ. അപ്പോൾ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? PCl5. നമ്മൾ കുറേ നെയിം റിയാക്ഷൻസ് ഇങ്ങനെ ലിസ്റ്റായിട്ട് പഠിച്ചു, അതിൽ 3 എണ്ണമാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞു. ആ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞതിൽ ഒരെണ്ണം അല്ല ഇവിടെ കിടക്കുന്നത്, PCl5. PCl5 റിയാക്ട് ചെയ്തപ്പോൾ കണ്ടോ, എക്സ് കിട്ടി, ബൈ പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് POCl3 + HCl. ഓക്കെ, അപ്പോൾ എന്താ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തിൻ്റെ പ്രിപ്പറേഷനാണ് പഠിച്ചത്? ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനാണ് പഠിച്ചത്. അപ്പോൾ CH3 CH2 OH എന്നുള്ളത് എന്തായിട്ട് മാറും? നമുക്ക് പ്രോഡക്റ്റ് എന്ത് കിട്ടും? CH3 CH2 OHൻ്റെ പൊസിഷനിൽ ആര് കിട്ടും? ക്ലോറിൻ കിട്ടും. CH3 CH2Cl POCl3 + HCl. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ റിയാക്ഷൻ കാണുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് OHൻ്റെ പൊസിഷനിൽ Cl വരും, PCl5 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ് കിട്ടും എന്നൊക്കെ അറിയാം. പക്ഷെ നമ്മൾ കുറേ ചാപ്റ്റേഴ്സിൽ കുറേ റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ട് എക്സാം വരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ നമുക്ക് ആൽക്കെയിൻസ് ഹാലോ ആൽക്കെയിൻസിൽ നിന്നാണോ ആൽക്കഹോളിൽ നിന്നാണോ ഡൗട്ട് വരും. ഓക്കെ, അപ്പോൾ ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? PCl5ൻ്റെ റിയാക്ഷൻ പിന്നെ ഈ പ്രോഡക്റ്റും കൂടെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മളിവിടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ പ്രിപ്പറേഷനിലാണ് ഈ ചാപ്റ്റർ ഈ റിയാക്ഷൻ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മുടെ എഥനോൾ എടുത്തു, എഥനോളിനെ PCl5 റിയാക്ട് ചെയ്ത് നമുക്ക് എന്ത് കിട്ടി? ഈഥൈൽ ക്ലോറൈഡ് കിട്ടി. എഥനോളിൽ നിന്നും ഈഥൈൽ ക്ലോറൈഡ് പ്രിപ്പയർ ചെയ്തു. ഓക്കെ, സോ ഫസ്റ്റ് റിയാക്ഷൻ കണ്ടു. ഫസ്റ്റ് റിയാക്ഷനിൽ അപ്പോൾ എക്സ് എന്തായിരുന്നു? എക്സ് CH3 CH2Cl ആയിരുന്നു. അടുത്ത റിയാക്ഷൻ CH3Br സിൽവർ ഫ്ലൂറൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. ഇപ്പം നമ്മൾ ജസ്റ്റ് തൊട്ട് മുമ്പ് ഈ റിയാക്ഷൻ പഠിച്ചിട്ടേ ഉള്ളൂ അല്ലേ? ആൽക്കൈൽ ഫ്ലൂറൈഡിൻ്റെ പ്രിപ്പറേഷൻ. നമ്മളിപ്പോൾ ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡിൽ നിന്നും ആര് പ്രിപ്പയർ ചെയ്യുന്നു? ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്യുന്നു. CH3Brൽ നിന്നും CH3F പ്രിപ്പയർ ചെയ്യുന്നു. റിയാക്ഷൻ്റെ പേരെന്താ? സ്വാട്സ് റിയാക്ഷൻ അല്ലേ? ഫിംഗൽസ്റ്റൈന് സ്വാട്സും പഠിച്ചു. ഫിംഗൽസ്റ്റൈനിൽ ആൽക്കൈൽ അയഡൈഡ്, ദെൻ സ്വാട്സിൽ ആൽക്കൈൽ ഫ്ലൂറൈഡ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടുന്നു? പ്രോഡക്റ്റ് എന്താ കിട്ടുന്നത്? CH3F ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്തു. ഇതെല്ലാം ഇവിടെ ചോദിച്ചിട്ടുള്ള Y. സോ Y എന്ന് പറയുന്നത് CH3F. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ചെയ്തൂടെ? അപ്പോൾ CH3Brൽ നിന്നും CH3F നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഓക്കെ, ഇനി ഹാലോ അരീൻസ്. നമ്മൾ ആൽക്കൈൽ ഹാലൈഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ കണ്ടു. ആൽക്കീൻസിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ആൽക്കെയിൻസിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, ആൽക്കഹോൾസിൽ നിന്ന് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് കണ്ടു. ഇനി നമുക്ക് ഹാലോ അരീൻസും പ്രിപ്പയർ ചെയ്യണ്ടേ? ഹാലോ അരീൻസിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ അടുത്ത ഈ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനെ കഴിഞ്ഞിട്ട് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഹാലോ അരീൻസിൻ്റെ പ്രിപ്പറേഷനിൽ നമുക്ക് എങ്ങനെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം നമ്മുടെ ബെൻസീൻ റിങ്ങിൽ CH3 അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബെൻസീൻ റിങ്ങിൽ CH3 ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിന് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഒരു ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ക്ലോറിൻ Cl2 ആയിട്ട് റിയാക്ട് ചെയ്തെന്ന് വിചാരിക്കാം. കണ്ടീഷൻ എപ്പോഴും ഓർത്തിരിക്കുക, റിയേജൻ ആൻഡ് കണ്ടീഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏതാ? Fe അയൺ ഇൻ പ്രസൻസ് ഓഫ് ഡാർക്ക് കണ്ടീഷൻ. അയൺ ഡാർക്ക് കണ്ടീഷൻ. ഡാർക്ക് കണ്ടീഷൻ അതായത് ലൈറ്റിൻ്റെ ഒരു പ്രസൻസും പാടില്ല. അയൺ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് ഓർ റിയേജൻറ്റ്. സോ അയണിൻ്റെ പ്രസൻസിൽ ഡാർക്ക് കണ്ടീഷനിൽ റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ 2 മെറ്റാ പൊസിഷനിലും, ഓക്കെ സോറി 2 അല്ല, ഒന്നിൽ ഓർത്തോ പൊസിഷനിലും ഒരു പാരാ പൊസിഷനിലും. CH3 ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അടുത്ത പൊസിഷനാണ് എന്ത്? ഓർത്തോ പൊസിഷൻ. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് തോന്നിയ പോലെ നിങ്ങൾക്ക് മെറ്റാന്ന് തോന്നരുത്. ഈ പൊസിഷൻ നിങ്ങൾ മെറ്റാന്നല്ലേ പഠിച്ചു വെച്ചിട്ടുള്ള. നമ്മുടെ ബെൻസീൻ റിങ് കണ്ടോ, ഈ പൊസിഷനെ നമ്മൾ മെറ്റ, ഈ പൊസിഷന് ഓർത്തോ, ഈ 2 പൊസിഷന് പാര എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ സബ്സ്റ്റിറ്റ്യൂൻ്റ് എവിടെ ഇരിക്കുന്നത് നോക്കണം. നമ്മുടെ ബെൻസീൻ റിങ്ങിൽ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂൻ്റ് എവിടെ ഇരിക്കുന്നത് നോക്കണം. അതിന് റെസ്പെക്റ്റീവ് ആയിട്ടാണ് നമ്മൾ ഓർത്തോ, മെറ്റ ആൻഡ് പാരാ പൊസിഷൻസ് പറയേണ്ടത്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂൻ്റ് കണ്ടോ, ഈ കാർബണിൽ ഇരിക്കുന്നത് കൊണ്ട് ചരിഞ്ഞിരിക്കുക. നമ്മുടെ ബെൻസീൻ റിങ് ചരിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നെയ്ബറിങ് പൊസിഷൻസ് ആണ് എന്ത്? ഓർത്തോ. ആൾട്ടർനേറ്റീവ് പൊസിഷനാണ് മെറ്റ, ഓപ്പോസിറ്റ് പൊസിഷനാണ് പാര എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഓർത്തോ ഹാലോട്ടോളുവിനും പാരാ ഹാലോട്ടോളുവിനും നമുക്ക് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴി നമ്മുടെ ബെൻസീൻ റിങ്ങിനെ എന്ത് ചെയ്യുന്നു? ഹാലജനേഷൻ ചെയ്യുന്നു. Fe ഇൻ ഡാർക്ക് കണ്ടീഷൻ, ഇൻ പ്രസൻസ് ഓഫ് അയൺ ഇൻ പ്രസൻസ് ഓഫ് ഡാർക്ക് കണ്ടീഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഓർത്തോ ഹാലോട്ടോളുവിനും പാരാ ഹാലോട്ടോളുവിനും കിട്ടുന്നു. ഓർത്തോ ഹാലോട്ടോളുവിനും പാരാ ഹാലോട്ടോളുവിനും കിട്ടുന്നു. അപ്പോൾ നമ്മുടെ ഇങ്ങനെ കിട്ടുന്നു. CH3 ഞാൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓർത്തോ Cl,
ഓർത്തോ ഹാലോട്ടൊളുവിനും അതുപോലെ പാരാ ഹാലോട്ടൊളുവിനും എനിക്ക് ഫോം ചെയ്യുന്നു. കണ്ടോ, ഓർത്തോ ഹാലോ അതുപോലെ തന്നെ പാരാ ഹാലോട്ടൊളുവിനും ഫോം ചെയ്യുന്നു. ഓക്കെ അല്ലേ? ഇങ്ങനെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഇനി സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. അപ്പം നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിം റിയാക്ഷൻ ആണ് സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. എന്താ സാൻഡ്-മേയേഴ്സ്? അപ്പോൾ ഈ നെയിം റിയാക്ഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. നെയിം റിയാക്ഷൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയും. ഓക്കെ, അപ്പോൾ നോക്കാം. അല്ലാതാണ് ഫാസ്റ്റ് ആയിട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഫോർ അമീൻസ് ബൈ സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ, അതായത് അമീൻസിൽ നിന്ന് നമുക്ക് എങ്ങനെ ഹാലോ അരീൻസ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ പ്രിപ്പറേഷൻ ആണ്, അതിനോടൊപ്പം തന്നെ ഇതൊരു നെയിം റിയാക്ഷൻ ആണ്. അപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മുടെ NH2 നമ്മുടെ അമീൻ എടുത്തു. അമീനെ NaNO2 സോഡിയം നൈട്രേറ്റ് പ്ലസ് HCl. ഇത് എന്തിനു വേണ്ടിയിട്ടുള്ള റിയേജൻ്റാ? ഡയസോട്ടൈസേഷൻ, അതായത് ഡയസോണിയം ക്ലോറൈഡിനെ ഫോം ചെയ്യിക്കാൻ പോവാണ്. അമീൻസിൽ നിന്നും ഡയസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? NaNO2 പ്ലസ്, അതായത് സോഡിയം നൈട്രേറ്റും HClഉം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ അമീൻസിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടുന്നു? ഡയസോണിയം ക്ലോറൈഡ് നമുക്ക് കിട്ടുന്നു. ഡയസോണിയം ക്ലോറൈഡിൻ്റെ ഫോമുല എന്താ? N2 പ്ലസ് Cl മൈനസ്. ഇതാണെന്ത്? ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഈ ഡയസോണിയം ക്ലോറൈഡ്, ഇനി അടുത്ത റിയേജൻ്റാണ് ഇമ്പോർട്ടൻറ്റ്, കോപ്പർ ഹാലൈഡ്. Cu2, ഇപ്പം Cl2 ആണെന്നുണ്ടെങ്കിൽ X2 ഏതെഴുതും. അപ്പോൾ ക്ലോറിൻ ആണെന്നുണ്ടെങ്കിൽ Cl2 എഴുതും. Cu2Cl2. അപ്പോൾ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് നമ്മൾ കോപ്പർ ഹാലൈഡായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ എന്ത് കിട്ടുന്നു? ബെൻസീൻ റിങ്ങിൽ അറ്റാച്ച് ചെയ്യുന്നു? ബെൻസീൻ റിങ്ങിൽ ഹാലജൻ അറ്റാച്ച് ചെയ്യുന്നു. ആയില്ലേ? അമീൻസിൽ നിന്നും ഹാലജൻ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തില്ലേ? റിയാക്ഷൻ്റെ പേരെന്താ? സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. റിയാക്ഷൻ്റെ പേരെന്താ? സാൻഡ്-മേയേഴ്സ്. അപ്പോൾ സാൻഡ്-മേയേഴ്സ് പെട്ടെന്ന് പറഞ്ഞേ. അമീൻസ് എടുക്കുന്നു. അമീൻസിനെ NaNO2 HCl, ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ്റെ റിയേജൻ NaNO2 HCl. അപ്പോൾ എന്ത് നമുക്ക് കിട്ടുന്നു? ഡയസോണിയം ക്ലോറൈഡ് N2 പ്ലസ് Cl മൈനസ് കിട്ടുന്നു. ഡയസോണിയം ക്ലോറൈഡിന് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? കോപ്പർ ഹാലൈഡ് Cu2Cl2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ NH2 ഗ്രൂപ്പിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലജൻ കിട്ടുന്നു. ഓക്കെ, ആ പൊസിഷനിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹാലജൻ കിട്ടുന്നു. ഓക്കെ, ഈസി അല്ലേ? ഇപ്പോൾ നമ്മൾ അവിടെ റിയാക്ഷൻ എടുത്തിട്ടുണ്ട്. ഇവിടെ പൊട്ടാസ്യം അയോഡൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അയോഡിൻ. ഇപ്പോൾ നമ്മൾ ക്ലോറിൻ, ഇപ്പോൾ Cu2Cl2 പൊട്ടാസ്യം അയോഡൈഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കവിടെ അയോഡിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള എന്ത് കിട്ടുന്നു? അയോഡിൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള അരയിൽ ഹാലൈഡ് കിട്ടുന്നു. സോ റിയാക്ഷൻ്റെ പേര് മറന്നു പോവോ? സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. സോ 3 റിയാക്ഷൻ, ഫിംഗൽസ്റ്റെയിൻ, സ്വാർട്സ് ആൻഡ് സാൻഡ്-മേയേഴ്സ്. ഇപ്പോൾ 3 തന്നെ പഠിച്ചിട്ടുള്ളൂ. ഇതൊക്കെയാ ഇപ്പം നിങ്ങൾ ചാപ്റ്ററിൻ്റെ പേര് എഴുതിയിട്ട് പഠിക്കാനുള്ള 3 റിയാക്ഷൻസ്: ഫിംഗൽസ്റ്റെയിൻ, സ്വാർട്സ് ആൻഡ് സാൻഡ്-മേയേഴ്സ്. നെയിം റിയാക്ഷൻസ് ഒന്നും വിട്ടിട്ട് പോരുത്. ഒരു ചാപ്റ്ററിൽ ഒന്നും പഠിക്കാൻ സമയമില്ലെങ്കിലും നെയിം റിയാക്ഷൻസ് മാത്രം പഠിച്ചിട്ടെങ്കിലും പോവാം. ഓക്കെ, സോ ഫിംഗൽസ്റ്റെയിൻ, സ്വാർട്സ് ആൻഡ് സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. ഓക്കെ, ഇനി നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സോ മെൽറ്റിംഗ് ബോയിലിംഗ് പോയിന്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ്സിന് ജനറലി ഹയർ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റീസൺ പറയാനല്ലോ, കാർബൺ ഹാലജൻ ബോണ്ടിൻ്റെ പൊളാരിറ്റിയാണ്. CX ബോണ്ടിൻ്റെ പൊളാരിറ്റി കാരണം അവരുടെ മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും കൂടുതലാണ്. ദെൻ സോലിബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ ആൽക്കൈൽ ഹാലൈഡ്സ് മോസ്റ്റ്ലി ഇൻസോലിബിൾ ഇൻ വാട്ടറിൽ ഇൻസോലിബിൾ ആണ്. ബാക്കിയുള്ള സോൾവെൻറ്റ്സ്, അതായത് ആൽക്കഹോൾസ് അതുപോലുള്ള ഓർഗാനിക് സോൾവെൻറ്റ് ലൈക്ക് ഓർഗാനിക് സോൾവെൻറ്റ്സ് എല്ലാം ഓർഗാനിക് സോൾവെൻറ്റിലാണ് ഡിസോൾവ് ആവുന്നത്. ഓക്കെ, അങ്ങനെ. ദെൻ അടുത്തത് ഡെൻസിറ്റി നോക്കിയാൽ ആൽക്കൈൽ ഹാലൈഡ്സ് ഹയർ ഡെൻസിറ്റിയാണ്, വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ് ഡ്യൂ ടു CX ബോണ്ടിൻ്റെ പൊളാരിറ്റി. ദെൻ നെക്സ്റ്റ് സോലിബിലിറ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ടറിൽ ആൽക്കൈൽ ഹാലൈഡ്സ് എന്താണ്? ഇൻസോലിബിൾ ആണ്, വാട്ടറിനേക്കാളും ഡെൻസിറ്റി കൂടുതലാണ്. ഇനി ഹാലോ ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഏതാണ്? റിയാക്ഷൻ. നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, എലിമിനേഷൻ ഉണ്ട്, മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷൻ. ഓക്കെ, ആദ്യം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. ഓക്കെ, അതായത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻ. അപ്പോൾ എന്താണ് ന്യൂക്ലിയോഫൈൽസ്? ഓക്കെ, നമ്മൾ ഇലക്ട്രോഫൈൽസ് പഠിക്കും. അതേപോലെ എന്താണ് ന്യൂക്ലിയോഫൈൽസ്? ന്യൂക്ലിയോഫൈൽസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസ് ലവിങ് ആയിട്ടുള്ള സ്പീഷീസ് അല്ലേ? ന്യൂക്ലിയസ് ലവിങ്, ന്യൂക്ലിയസിൻ്റെ ചാർജ് എന്താണ്? ന്യൂക്ലിയസിൻ്റെ ചാർജ് പോസിറ്റീവ് ആണ് അല്ലേ? അപ്പോൾ ന്യൂക്ലിയസ് ലവിങ് ആയിട്ടുള്ള സ്പീഷീസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ, ന്യൂക്ലിയോഫൈൽസിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? NU
മൈനസ്. എന്തുകൊണ്ടാണ് മൈനസ് ചാർജ് ഇടുന്നത്? ഓൾറെഡി പറഞ്ഞു ന്യൂക്ലിയസ് ലവിങ് ആയിട്ടുള്ള സ്പീഷീസിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. നെഗറ്റീവ് ചാർജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ദേ ആർ ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ്. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽസ് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഒന്നുകിൽ അവരുടെ മണ്ടയിൽ 2 ഡോട്ട് ഉണ്ടാവും, അതായത് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുമ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ഇതേപോലെ ലോൺ പെയർസ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും, അതായത് ഇലക്ട്രോൺസ് എക്സ്ട്രാ അവർക്ക് ഉണ്ടായിരിക്കും, ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിനെ ഈ ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു. അതിൽ നമ്മുടെ ഹാലജനെ മാറ്റിയിട്ട് ന്യൂക്ലിയോഫൈൽ വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ആകുന്നു. ഇത്രയേ ഉള്ളൂ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. മനസ്സിലായോ? ഹാലോ ആൽക്കെയിൻ എടുക്കുന്നു, അതിനൊരു ന്യൂക്ലിയോഫൈലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഹാലോ ആൽക്കെയിനിൽ നിന്നും ഹാലജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈ ന്യൂക്ലിയോഫൈൽ വരുന്നു. ന്യൂക്ലിയോഫൈൽസ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. ദേ ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് സ്പീഷീസ്. ദേ അറ്റാക്ക് അറ്റ് ദി പാർട്ട് ഓഫ് ദി സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വിച്ച് ഈസ് ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. സോ നമ്മുടെ ന്യൂക്ലിയോഫൈൽ ഇവിടെ ഉണ്ട്. നമ്മുടെ ഹാലോ ആൽക്കെയിൻസിനെ ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തത് പൊളാരിറ്റി ബേസ് ചെയ്തിട്ട് പാർഷ്യൽ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, CX. അപ്പോൾ നമ്മുടെ ഹാലജൻ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹാലജൻ എപ്പോഴും പൊളാരിറ്റി നെഗറ്റീവ് ആയിരിക്കും, ഇതിന് പൊളാരിറ്റി പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ദേ അറ്റാക്ക് അറ്റ് ദി പാർട്ട് ഓഫ് സബ്സ്ട്രേറ്റ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർട്ട്, സബ്സ്ട്രേറ്റിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർട്ടിൽ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. സബ്സ്ട്രേറ്റിൻ്റെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർട്ടിൽ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. ന്യൂക്ലിയോഫൈൽ വന്നിട്ട് സബ്സ്ട്രേറ്റിന് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർട്ട് ഇതല്ലേ, ഡെൽറ്റ പോസിറ്റീവ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള പാർട്ടിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ഹാലജൻ അവിടെ നിന്ന് ഇളകിപ്പോകുന്നു. ഹാലജൻ, ഒരാൾ വന്നു, അപ്പോൾ ഇയാളുടെ ആവശ്യം അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നു? ആൾ പതിയെ പറയുന്നതിന് മുമ്പ് അങ്ങോട്ട് ഇറങ്ങിപ്പോവുക അല്ലേ. അപ്പോൾ കാർബൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഒരാൾ വന്നു, നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്തു, എന്ത് ചെയ്തു? നമ്മുടെ എക്സ് ലിവിങ് ഗ്രൂപ്പ് എന്ത് ചെയ്തു? അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇത്രയേ ഉള്ളൂ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ. പക്ഷേ നമുക്ക് പഠിക്കാനുള്ളത് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് 2 മെക്കാനിസം ഫോളോ ചെയ്യുന്നുണ്ട്. അത് 2 രീതിയിൽ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൽ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. SN1 എന്നും SN2 എന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ പഠിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൻ്റെ ആ ഫസ്റ്റ് പാർട്ടൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ തൊട്ട് നിങ്ങൾ കേൾക്കുക, ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഗ്രൂപ്പ്സ് ലൈക്ക് സയൻ. അപ്പം ന്യൂക്ലിയോഫൈലിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ചില ന്യൂക്ലിയോഫൈൽസിനെ ആംബിഡെൻറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്ന് വിളിക്കുന്നു. അതായത് ആംബിഡെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മൾ ആംഫോട്ടറിക് എന്നൊക്കെ പറയുന്നുണ്ടല്ലേ, അതേപോലെ ആംബിഡെൻറ്റ് ഉദ്ദേശിക്കുന്നത് ഇവരുടെ 2 ആറ്റംസ് ഉണ്ടാവും. ഈ 2 ആറ്റത്തിനും എന്ത് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഇപ്പം HCl എന്ന് പറഞ്ഞിട്ട് ഇതിനെ ഇപ്പം H2O നമ്മൾ ന്യൂക്ലിയോഫൈലായിട്ട് എടുക്കുമ്പോൾ ഇതിൽ OH- മാത്രമായിരിക്കും. ഇപ്പോൾ OH- എന്ന് പറഞ്ഞ സ്പീഷീസ്, OH- എന്ന് പറഞ്ഞ സ്പീഷീസിൽ ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റൂ. പക്ഷേ ആംബിഡെൻറ്റ് ന്യൂക്ലിയോഫൈലിൻ്റെ കേസ് പറയുമ്പോൾ നമ്മുടെ സയനൈഡ് ആയോണ്ട്, അതായത് CN-, അതായത് C∼N, ഇവിടെ ലോൺ പെയർ ഉണ്ട്, ഇവിടെ ലോൺ പെയർ ഉണ്ട്. സോ ഈ ബോണ്ട് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ കാർബണിനും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? കാർബണിനും ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നൈട്രജനും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? കാർബണിനും നൈട്രജനും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സയനൈഡ് ഗ്രൂപ്പും അതുപോലെ നമ്മുടെ നൈട്രേറ്റ് ഗ്രൂപ്പ്, നമ്മുടെ നൈട്രൈറ്റ് ഗ്രൂപ്പ് NO2- നൈട്രൈറ്റ്. കണ്ടോ, NO2- ഗ്രൂപ്പ്. ഇതിലും നൈട്രജനും ഓക്സിജനും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? നൈട്രജനും ഓക്സിജനും എന്തായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്പീഷീസിൽ തന്നെ ഒന്നിൽ കൂടുതൽ ആറ്റംസിന് ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അവരെ വിളിക്കുന്ന പേരാണ് ആംബിഡെൻറ്റ് ന്യൂക്ലിയോഫൈൽ. അതിന് എക്സാമ്പിളാണ് സയനൈഡും നൈട്രേറ്റ് ആയോണം. ഇതിപ്പോൾ ഈ സയനൈഡിൽ കാർബൺ വഴിയാണ് ഇത് നടക്കുന്നതെന്ന് വിചാരിക്കാം. കാർബൺ വഴിയാണ് നടക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആൽക്കൈൽ എന്ന് വിളിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ നൈട്രോ. ഓക്കെ, ഇപ്പോൾ NO2ൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ NO2 ഇപ്പോൾ O വഴിയും അറ്റാച്ച് ചെയ്യാം, N വഴിയും അറ്റാച്ച് ചെയ്യാം. O വഴിയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ N വഴി അറ്റാച്ച് ചെയ്താൽ നൈട്രോ ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നു. നൈട്രോ ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ നമ്മൾ ആൽക്കൈൽ നൈട്രൈറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവിടെ കാർബൺ വഴിയാണെന്നുണ്ടെങ്കിൽ ആൽക്കൈൽ വെച്ച് വിളിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു?
സയനൈഡ് ഗ്രൂപ്പ്, എന്താണ് ആൽക്കൈൽ നൈട്രേറ്റ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓക്സിജൻ വഴിയും നൈട്രജൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറ്റാച്ച് ചെയ്യാൻ പറ്റും. ആരുടെ കേസിലാണ്? നൈട്രേറ്റിൻ്റെ കേസിൽ. അതുപോലെ നമ്മുടെ ആംബിഡൻ്റെ അടുത്ത ന്യൂക്ലിയോഫൈലാണ് ഇത് സയനൈഡ്. സി വഴിയും അറ്റാച്ച് ചെയ്യാം, നൈട്രജൻ വഴിയും അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, നോക്കിയേ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഹാലോ ആൽക്കൈൻസ് റിയാക്ട് വിത്ത് KCN. ഇപ്പം പൊട്ടാസ്യം സയനൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ സയനൈഡ് മെയിൻ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു. ആൽക്കൈൽ സയനൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ വഴി അറ്റാച്ച് ചെയ്യുന്നു. KCN ആൽക്കൈൽ സയനൈഡ് ഫോം ചെയ്യുമ്പോൾ AgCN ഐസോ സയനൈഡ്സ് ഫോം ചെയ്യുന്നു. ഐസോ സയനൈഡ്സ് ഫോം ചെയ്തത് നൈട്രജൻ വഴി അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ കാർബൺ വഴി അറ്റാച്ച് ചെയ്യുന്നു, ഇവിടെ കാർബൺ വഴി അറ്റാച്ച് ചെയ്യുന്നു, ഇവിടെ നൈട്രജൻ വഴി അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, അതിനുള്ള റീസൺ എന്താ? സോ രണ്ടിലും എന്താ സയനൈഡ് ഗ്രൂപ്പ് ഉണ്ട്, പക്ഷേ ഒരാളിൽ കൂടെ എന്താ ഇവിടെ ആൽക്കൈൽ സയനൈഡ് ഫോം ചെയ്യുമ്പോൾ ഇവിടെ ഐസോ സയനൈഡ്സ് ഫോം ചെയ്യുന്നു. അതിനുള്ള റീസൺ എന്താണ്? ഇതിനുള്ള ഫസ്റ്റ് പോയിന്റ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് KCN ഈസ് അയോണിക്. നമ്മുടെ പൊട്ടാസ്യം സയനൈഡ് എന്ന് പറയുന്നത് അയോണിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടാണ്. പൊട്ടാസ്യം സയനൈഡ് അയോണിക് കോമ്പൗണ്ടാണ്. അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവരെന്തായിട്ട് മാറും? K+ഉം CN- ആയിട്ട് മാറും. K+ഉം അയോണിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് K+CN- ആയിട്ട് മാറും. അപ്പോൾ ഇവർ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്ന സബ്സ്ട്രേറ്റ് മോളിക്യൂൾ വരുമ്പോൾ ഈ കാർബണിനും എന്ത് ചെയ്യാൻ പറ്റും? കാർബണിനും നൈട്രജനും എന്ത് ചെയ്യാൻ പറ്റും? ഇലക്ട്രോൺ കൊടുക്കാൻ റെഡി ആയിരിക്കും. K+ഉം CN- ആയിട്ട് നിൽക്കും. കാർബണും നൈട്രജനും ഇലക്ട്രോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കും. പക്ഷേ സ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ആൽക്കൈൽ സയനൈഡ്സ് ഫോം ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ കാർബൺ ഹാലജൻ ബോണ്ടാണ് നൈട്രജൻ ഹാലജൻ ബോണ്ടിനേക്കാളും സ്ട്രോങ്ങർ. കാർബൺ ഹാലജൻ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ, സ്റ്റേബിൾ ദാൻ നൈട്രജൻ ഹാലജൻ ബോണ്ട്. രണ്ടുപേരും കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കും, പക്ഷേ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് കാർബൺ ഹാലജൻ ബോണ്ടിനാണ്. അതുകൊണ്ട് എന്ത് നടക്കുന്നു? ആൽക്കൈൽ സയനൈഡ്സ് ഫോം ചെയ്യുന്നു. പക്ഷേ AgCNൻ്റെ കേസിൽ AgCN എന്താ? കോവാലൻ്റ് ആണ്. AgCN കോവാലൻ്റ് ആണ്. അതുകൊണ്ട് Ag+CN- ആയിട്ട് നിൽക്കത്തില്ല. നൈട്രജൻ ആയിരിക്കും അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? ഇലക്ട്രോൺ കൊടുക്കുക, റെഡി ആയിട്ട് നിൽക്കുക. നൈട്രജൻ ഈസ് റെഡി ടു ഗീവ് ഇലക്ട്രോൺ. അപ്പോൾ എന്ത് ഫോം ചെയ്യുന്നു? ഐസോ സയനൈഡ്സ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ KCNൻ്റെ കേസിൽ അയോണിക് ആയതുകൊണ്ട് തന്നെ കാർബണും നൈട്രജനും കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കും, പക്ഷേ കാർബൺ ഹാലജൻ ബോണ്ട് സ്റ്റേബിൾ ആയതുകൊണ്ട് അവിടെ ആൽക്കൈൽ സയനൈഡ്സ് ഫോം ചെയ്യുന്നു. പക്ഷേ ഇവിടെ നോക്കിയേ, ആൽക്കൈൽ സയനൈഡ് ഫോം ചെയ്യുന്നു. ഇവിടെ നമ്മുടെ AgCNൻ്റെ കേസിൽ കോവാലൻ്റ് നേച്ചറാണ്. കോവാലൻ്റ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നൈട്രജൻ്റെ ലോൺ പെയർ എന്ത് ചെയ്യുന്നു? ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യാൻ റെഡി ആവുന്നു. അങ്ങനെ അവിടെ ഐസോ സയനൈഡ് ഫോം ചെയ്യുന്നു. അപ്പോൾ ആൽക്കൈൽ സയനൈഡ് കാർബൺ വഴി അറ്റാച്ച് ചെയ്താൽ ആൽക്കൈൽ സയനൈഡ്, നൈട്രജൻ വഴി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഐസോ സയനൈഡ് എന്ന് വിളിക്കുന്നു. ഓക്കെ അല്ലേ? ദെൻ നമ്മൾ നേരത്തെ നൈട്രേറ്റിൻ്റെ കേസ് പറഞ്ഞു, അത് കാർബൺ വഴി അറ്റാച്ച് ചെയ്താൽ ആൽക്കൈൽ നൈട്രേറ്റ്, അല്ലാന്നുണ്ടെങ്കിൽ നൈട്രോ ആൽക്കൈൻസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ്റെ മെക്കാനിസമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റിൽ നമ്മൾ പഠിക്കുന്ന SN2 സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലാർ റിയാക്ഷൻ. SN2 റിയാക്ഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈ മോളിക്കുലാർ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ഹാലജനും നമ്മുടെ ന്യൂക്ലിയോഫൈലും റിയാക്ട് ചെയ്യുന്നു. ഹാലജനും ന്യൂക്ലിയോഫൈലും, ഇപ്പോൾ ഇവിടെ ന്യൂക്ലിയോഫൈലായിട്ട് ഒരു ഹൈഡ്രോക്സൈഡ് അയോണാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെഥനോൾ ഫോം ചെയ്യുന്നു, which follows second order kinetics. അപ്പോൾ SN2 റിയാക്ഷനിൽ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. പെട്ടെന്ന് പഠിച്ചേ, SN2 റിയാക്ഷൻ ഇറ്റ് ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. നമ്മൾ കെമിക്കൽ കൈനറ്റിക്സ് ചാപ്റ്റർ പഠിക്കുമ്പോൾ പഠിക്കുന്നുണ്ട്, ഓർഡർ എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ഒരു റിയാക്ഷൻ്റെ റേറ്റിനെ അതിലെടുക്കുന്ന രണ്ട് സബ്സ്ട്രേറ്റുകളും, ഇപ്പം ഇതൊരു സബ്സ്ട്രേറ്റ് ഇതൊരു സബ്സ്ട്രേറ്റ്, ഈ രണ്ട് റിയാക്റ്റൻറ്റും അതിൻ്റെ റിയാക്ഷൻ്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ 2 ആണ്. ഓക്കെ, അതാണ് ഇവിടെ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നത്. റിയാക്ഷൻ്റെ റേറ്റിനെ സബ്സ്ട്രേറ്റ് മോളിക്യൂളിൻ്റെ കോൺസെൻട്രേഷനും നമ്മൾ എടുക്കുന്ന ന്യൂക്ലിയോഫൈലിൻ്റെ കോൺസെൻട്രേഷനും എന്ത് ചെയ്യുന്നു? എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ ഓർഡർ 2 ആണ്. സോ അതുകൊണ്ട് തന്നെ SN2 റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു. ഫസ്റ്റ് പോയിന്റ് പഠിച്ചോ, SN2 റിയാക്ഷൻ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു. റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺസെൻട്രേഷൻ. ഇത് ചോദിക്കാറുണ്ട്, നോർമൽ നമ്മുടെ പ്ലസ് ടു എക്സാമിനും ചോദിക്കാറുണ്ട്, നീറ്റ് എക്സാംസിനും SN2 ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻറ്റ്, റേറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ കോൺസെൻട്രേഷൻ. അപ്പോൾ സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പോയിന്റ് എഴുതുമ്പോഴേ നമുക്ക് എന്ത് മനസ്സിലാവണം?
റേറ്റ് ഓഫ് റിയാക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് റിയാക്ടൻസ്. റിയാക്ഷൻ്റെ റേറ്റ് രണ്ട് റിയാക്ടൻ്റ് സബ്സ്ട്രേറ്റിനെയും ന്യൂക്ലിയോഫൈലിൻ്റെയും കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആ റിയാക്ഷൻ എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കാം. നമ്മുടെ ന്യൂക്ലിയോഫൈൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ന്യൂക്ലിയോഫൈൽ OH-. കണ്ടോ, OH-. ന്യൂക്ലിയോഫൈലിൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് ഉണ്ട് ബിക്കോസ് ഇറ്റ് ഈസ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. അപ്പം നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റർ ക്രിയേറ്റ് ആവണം അല്ലേ. നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെൻറ്റർ ക്രിയേറ്റ് ചെയ്യണം. സോ CH3Cl കാർബൺ അറ്റാച്ച് ചെയ്തിട്ട് 4 സബ്സ്റ്റിറ്റ്യൂവൻസ് വന്നിട്ടുണ്ട്, 1 ക്ലോറിനും 3 ഹൈഡ്രജനും. നിങ്ങൾ പറഞ്ഞ ഇത് എന്ത് ടൈപ്പ് ഹാലോ ആൽക്കൈന? പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, ടേർഷറി ആണോ? CH3Cl എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ മീഥൈനിൽ നിന്നും റിയാക്ട് ചെയ്തിട്ടുള്ളതാണ് അല്ലേ. സിമ്പിൾ ആൽക്കൈൽ ഹാലൈഡ് ആണ്, ടെർഷറി സെക്കൻഡറി ഒന്നും അല്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ എടുത്തു. സിമ്പിൾ ആയിട്ടുള്ള ആൽക്കൈൽ ഹാലൈഡ് എടുത്തു. ഇവിടെ കണ്ടോ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടുണ്ടോ? ഇന്റർമീഡിയറ്റ് കോമ്പൗണ്ട് ഫോം ചെയ്തിട്ടുണ്ടോ? ഫോം ചെയ്തിട്ടില്ല. ഇറ്റ്സ് എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ. ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. അടുത്ത പോയിന്റ് സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഇപ്പോൾ സെക്കൻഡ് ഓർഡർ, അതായത് SN2 എന്ന് പറയുന്നത് ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ് ഒക്കെ ഫോളോ ചെയ്യുന്നു, പക്ഷേ ഒറ്റ സ്റ്റെപ്പിലേ നടക്കുള്ളൂ. നോ ഇന്റർമീഡിയറ്റ് ഈസ് ഫോംഡ്. ഇവിടെ ഇന്റർമീഡിയറ്റഡ് ആരെങ്കിലും ഫോം ചെയ്തിരുന്നെങ്കിൽ ആ ഇന്റർമീഡിയറ്റ് എടുത്തിട്ട് സെക്കൻഡ് സ്റ്റെപ്പായിട്ട് നടന്നേനെ. പക്ഷേ ഇവിടെ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇതെന്താ സാധനം? ദിസ് ഈസ് കോൾഡ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഇതിൻ്റെ രണ്ടിനിടയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അത് ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാനൊന്നും പറ്റില്ല. പക്ഷേ വളരെ കുറച്ച് ലൈഫ് മാത്രമേ അതിനുള്ളൂ. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ലിവിങ് ഗ്രൂപ്പ് പോയിട്ട് നമുക്ക് കിട്ടേണ്ട ഫൈനൽ പ്രോഡക്റ്റ് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ സിംഗിൾ സ്റ്റെപ്പ് ആണ്. അടുത്ത പോയിന്റ്, നോ ഇന്റർമീഡിയറ്റ് ഈസ് ഫോംഡ്. ഇവിടെ ഇന്റർമീഡിയറ്റ്സ് ഒന്നും ഫോം ചെയ്യുന്നില്ല. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ, നോ ഇന്റർമീഡിയറ്റ് ഈസ് ഫോംഡ്. ഇന്റർമീഡിയറ്റ്സ് ഒന്നും അവിടെ ഫോം ചെയ്യുന്നില്ല. ഇൻ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഓൾ 3. അപ്പോൾ ഈ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേര് മറന്നു പോകരുത്, ട്രാൻസിഷൻ സ്റ്റേറ്റ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും ജസ്റ്റ് ഈ പറയുന്ന കാര്യങ്ങളും പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കാം. ദിസ് ഈസ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ട്രാൻസിഷൻ സ്റ്റേറ്റിൽ ഒരു കാർബൺ, ഓൾ 3 കാർബൺ ഹൈഡ്രജൻ ബോൺസ് ആർ ഇൻ സെയിം പ്ലെയിൻ. കാർബൺ ഹൈഡ്രജൻ ബോൺസ് എല്ലാം സെയിം പ്ലെയിനിലായിരിക്കും. അറ്റാക്കിംഗ് ആൻഡ് ലിവിങ് ഗ്രൂപ്പ് എന്താണ്? പാർഷ്യലി മാത്രം. ഇത് നമ്മുടെ അറ്റാക്കിംഗ് ഗ്രൂപ്പ്, ഇത് നമ്മുടെ ലിവിങ് ഗ്രൂപ്പ്. ലിവിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ പോവേണ്ട ആൾ അല്ലേ. ലിവിങ് ഗ്രൂപ്പ് നമ്മുടെ ഹാലജൻ നമ്മൾ എടുത്ത് കളയുക. അപ്പോൾ ഇതാണ് നമ്മുടെ അറ്റാക്കിംഗ് ന്യൂക്ലിയോഫൈൽ. നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, അറ്റാക്കിംഗ് ന്യൂക്ലിയോഫൈൽ. ഓക്കെ, ഇൻ ട്രാൻസിഷൻ സ്റ്റേറ്റ് carbon atom is simultaneously bonded to incoming nucleophile and outgoing leaving group. Such structures are unstable and cannot be isolated. ട്രാൻസിഷൻ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അൺസ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് cannot be isolated. നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. വളരെ ചെറിയ ലൈഫ് മാത്രമുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ ലിവിങ് ഗ്രൂപ്പിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ന്യൂക്ലിയോഫൈലിനെ അറ്റാച്ച് ചെയ്തു. ഇപ്പോൾ ഈ Cl ഇരുന്ന പൊസിഷനിൽ ആര് വന്നു? OH വന്നു. ഭയങ്കര സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഒരാളെ എടുത്ത് മാറ്റി, അത്രേ ഉള്ളൂ. ഇനി നോക്കി, അപ്പോൾ നമ്മൾ SN2 റിയാക്ഷനിൽ പഠിക്കേണ്ട ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ, നോ ഇന്റർമീഡിയറ്റ് ഫോംഡ്. 3 പോയിന്റ് പഠിച്ചോ. സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആൻഡ് നോ ഇന്റർമീഡിയറ്റ് ഈസ് ഫോംഡ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. ട്രാൻസിഷൻ സ്റ്റേറ്റിന് ലൈഫ് കുറവാണ്. ട്രാൻസിഷൻ സ്റ്റേറ്റ് അൺസ്റ്റേബിൾ ആണ്, ഐസൊലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അതൊക്കെ ജസ്റ്റ് മനസ്സിലുണ്ടായാൽ മതി. ഈ പോയിന്റ്സുകളാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്. എഴുതാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ എഴുതുന്ന സമയത്ത് ഈ കോമ്പൗണ്ട് കാണുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങൾ നോക്കിയേ, ഈ കോമ്പൗണ്ടിൽ കണ്ടോ ക്ലോറിൻ എവിടെ ഇരിക്കുന്നത്? ഈ സ്ട്രക്ചർ ഒന്ന് നോക്കിയേ. C, അതിൻ്റെ ഈ സൈഡിൽ 3 H ക്ലോറിൻ എടുക്കുന്നത്. ഈ കിട്ടിയ പ്രോഡക്റ്റിന് ഈ ടെക്സ്റ്റ് ബുക്കുകാർക്ക് അതുപോലെ എഴുതി എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? പക്ഷെ അവരെ എഴുതിയിട്ടില്ല. അവർ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിനെടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്ത് അങ്ങോട്ട് ചോദിച്ച് മാത്രം മാറ്റാൻ നോക്കിയാണ്. പക്ഷെ ഇവിടെ കണ്ടോ തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു മിറർ ഇമേജ് പോലെ കോൺഫിഗറേഷൻ, കാർബണിന് ചുറ്റുമുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ്, അതിനെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺഫിഗറേഷൻ. എന്തായി?
റിയാക്റ്റൻറ്റിൽ നിന്നും പ്രോഡക്റ്റിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നു കഴിഞ്ഞപ്പോൾ കോൺഫിഗറേഷൻ ഇൻവേർട്ടായി, കോൺഫിഗറേഷൻ ചേഞ്ച് ആയി. ഇപ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് വരെ ഒക്കെ ഓക്കെ ആയിരുന്നു, ക്ലോറിൻ ഇവിടെ ഇരുന്നു. എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, കാർബൺ ഹൈഡ്രജൻ ബോണ്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ന്യൂക്ലിയോഫിൽ വരുന്ന സമയത്ത് കറങ്ങിക്കൊണ്ടിരിക്കുക. പ്രോഡക്റ്റ് ഇതെന്ത് ചെയ്യുന്നു, ലിവിങ് ഗ്രൂപ്പ് പോകുന്ന സമയമാകുമ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇരുന്ന ആളുടെ തിരിഞ്ഞ് ഇങ്ങനെ വരും, കറങ്ങിക്കൊണ്ടിരിക്കുക കാർബൺ ഹൈഡ്രജൻ ബോണ്ട്. ലിവിങ് ഗ്രൂപ്പ് പോയി കഴിഞ്ഞാൽ പൊസിഷൻ തിരിഞ്ഞ് വന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കും. കണ്ടോ? അപ്പോൾ നമ്മുടെ SN2 റിയാക്ഷനിലെ നാലാമത്തെ പോയിന്റ് എന്താ? നാലാമത്തെ പോയിന്റ് സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട് വെച്ചിട്ടുള്ള പോയിന്റ് എന്താന്ന് 1 മാർക്കിന് ചോദിക്കാം. SN2ന്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട് എന്താ? അപ്പം നമ്മൾ SN2 പഠിച്ചു, ഇതിൽ സ്റ്റീരിയോ ആയിട്ടൊന്നും പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ എന്താണ് ഒരു സ്റ്റീരിയോ ഐസോമർസത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നിരത്തി കൊടുത്തിട്ടുണ്ട്. കൈറാലിറ്റി എന്താ, എനാൻഷ്യോമർ എന്താ, ഒപ്റ്റിക്കൽ ഐസോമർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് ഈ ചാപ്റ്റർ നിർത്താൻ തോന്നും കുട്ടികൾക്ക്, കാരണം ആദ്യമായിട്ട് കേൾക്കുന്ന കാര്യങ്ങളായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ അതൊന്നും ഇപ്പോൾ നോക്കണ്ട. SN2 റിയാക്ഷൻ്റെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട് എന്താണ്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. റിയാക്റ്റൻ്റ് മോളിക്യൂൾ ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്ത് ലിവിങ് ഗ്രൂപ്പ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ നേരെ ഇൻവേർട്ട് ആവും. അതിനെന്താ പറയുന്നത്? ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. കോൺഫിഗറേഷൻ ചേഞ്ച് ആവുന്നു, ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് 2 ടൈപ്പാണല്ലോ, SN1 ആൻഡ് SN2. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ SN1 ആൻഡ് SN2. നമ്മൾ SN1ഉം SN2ഉം പഠിച്ചപ്പോൾ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞാണല്ലേ. SN2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു? SN2ഉം SN1ഉം. SN2ൽ എന്തായിരുന്നു? ഇറ്റ് ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. ഇറ്റ് ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ലേ? സിംഗിൾ സ്റ്റെപ്പാണ്, സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ ആണ്. പിന്നെന്തായിരുന്നു? നോ ഇൻ്റർമീഡിയറ്റ് ഈസ് ഫോംഡ്. നമ്മൾ അഡീഷണൽ പോയിന്റ്സ് ഓർത്ത് വെക്കുക. അപ്പോൾ ഏതെങ്കിലും വിട്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എഴുതാമല്ലോ. നോ ഇൻ്റർമീഡിയറ്റ് ഫോംഡ്. ദെൻ ഓർഡറും കൂടെ എഴുതുക. ആർക്കാ? റിയാക്ടിവിറ്റി. പ്രൈമറി എന്താണ്? ആൽക്കിൽ ഹാലൈഡ് ഗ്രേറ്റർ ഇൻ സെക്കൻഡറി ദെൻ ടെർഷ്യറി. ദെൻ SN1 റിയാക്ഷൻ എങ്ങനെയായിരുന്നു? SN1ൽ ഇവിടെ ട്രാൻസിഷൻ സ്റ്റേറ്റ് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ്, പക്ഷേ ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് മാത്രം 2 മാർക്കിനുള്ളത് മാത്രം നമ്മൾ എഴുതുക. SN1 2 സ്റ്റെപ്പാണ്, 2 സ്റ്റെപ്പ് റിയാക്ഷൻ. ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്നു. ഇന്റർമീഡിയറ്റ് കാർബോ കാറ്റോൺ ഈസ് ഫോംഡ്. intermediate carbocation is formed. Order എങ്ങനെയാ? tertiary carbocation greater than secondary then primary. ഇത്രയല്ലേ നമ്മൾ പഠിച്ച കാര്യം തന്നെയല്ലേ ഉള്ളൂ. ജസ്റ്റ് തിയറി പാർട്ടാണ്, ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. റൈറ്റ്. ഇനി 2 റീസൺ ഫോർ ലെസ് റിയാക്ടിവിറ്റി ഓഫ് അരൈൽ ഹാലൈഡ്സ്. അപ്പോൾ നമ്മൾ ആൽക്കൈൽ ഹാലൈഡ്സിൻ്റെ കാര്യം മാത്രം വെച്ചിട്ടേ പറഞ്ഞുള്ളൂ. സോ അരൈൽ ഹാലൈഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ അത്ര റിയാക്റ്റീവ് അല്ല, അവർ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടന്നത് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മുടെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അരൈൽ ഹാലൈഡ്സിൽ എന്തല്ല, അത്ര റിയാക്റ്റീവ് അല്ല. അതിനുള്ള റീസൺ എന്താണെന്നുള്ളതാണ്. 2 റീസണേ ചോദിച്ചിട്ടുള്ളൂ. സോ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ആണ് നമുക്ക് ഫസ്റ്റ് പോയിന്റ് പറയാനുള്ളത്. നമ്മൾ അരൈൽ ഹാലൈഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് വരച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. നമ്മൾ അരൈൽ ഹാലൈഡ് ഇതാ നമ്മുടെ അരൈൽ ഹാലൈഡ് ഇവിടെ ഇരിക്കുക. ഇത് ഓൾറെഡി കണ്ടോ, ഇതിലുള്ള ലോൺ പെയേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യും? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ നടക്കും. എന്താണ്? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. സോ ഇതേപോലെ സ്റ്റേബിൾ ആയിട്ടായിരിക്കും ഇവർ ഇരിക്കുക. ഇവിടെ ചാർജ് വരുന്നു, ഇവിടെ ഡബിൾ ബോണ്ട് Cl+, ഇതിങ്ങനെ ഫ്ലോ ചെയ്യും. കണ്ടോ, ഇതിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഡബിൾ ബോണ്ട് വരുന്നു, ഇവിടെ ചാർജ് വരുന്നു, ഇവിടെ Cl+. സോ ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കും, ഫ്ലോ ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഇതിനെ പറയുന്ന പേരാണ് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. അപ്പോൾ അരൈൽ ഹാലൈഡ്സ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനിൽ റിയാക്ടിവിറ്റി കുറയാനുള്ള റീസൺ എന്താ? ഫസ്റ്റ് പോയിന്റ് എന്താ? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. ഈ ഫിഗർ വരയ്ക്കാൻ നിങ്ങൾക്ക് പഠിച്ചാൽ അത്രയും നല്ലത്. സോ ആദ്യം ഒരു പോയിന്റ് ആയിട്ട് ഓർത്തിരിക്കുക, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. പോയിന്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഇവിടെ മാർക്ക് കിട്ടും. റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ ആണ് അതിൻ്റെ ഫസ്റ്റ് പോയിന്റ്, റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. സെക്കൻഡ് പോയിന്റ്, ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ CX ബോണ്ട്. നമ്മുടെ നോർമലി ആൽക്കൈൽ ഹാലൈഡിൽ എന്ത് ഹൈബ്രിഡൈസേഷനാ? sp3 ഹൈബ്രിഡൈസേഷനാ. ഓക്കെ, പക്ഷെ ഇവിടെ എന്താ? sp2 ആണ് അല്ലേ? ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് CX ബോണ്ട്. ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ ഓഫ് CX
ബോണ്ട്, CX ബോണ്ടിൻ്റെ ഹൈബ്രിഡൈസേഷനിലുള്ള ഡിഫറൻസ് എന്താ? ആൽക്കൈൽ ഹാലൈഡിൽ എന്ത് ബോണ്ടായിരുന്നു? ആൽക്കൈൽ ഹാലൈഡ്സിൽ sp3 ആണ്. അരൈൽ ഹാലൈഡ്സിൻ്റെ കേസ് വരുമ്പോൾ എന്താവും? അത് sp2 ആയിട്ട് മാറും. അരൈൽ ഹാലൈഡ്സിൻ്റെ കേസിൽ sp2 ഹൈബ്രിഡൈസേഷൻ ആയിട്ട് മാറും. അപ്പോൾ ഈ ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ കാരണമാണ് എന്ത്? എന്താ നമ്മുടെ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ അരൈൽ ഹാലൈഡ്സിൽ ന്യൂക്ലിയോഫിലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ടിവിറ്റി കുറയാനുള്ള റീസൺ എന്താണ്? ഒന്ന് റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ, രണ്ട് ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷൻ. സോ വേറെ നമുക്ക് പറയാം, നമ്മുടെ SN1 ഒരു കാർബോകാറ്റോൺ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അരൈൽ ഹാലൈഡ്സിൻ്റെ കേസിൽ ആരാ ഫോം ചെയ്യുന്നത്? ഫിനൈൽ കാറ്റോൺസാണ് ഫോം ചെയ്യുന്നത്. ആരാ? ഫിനൈൽ കാറ്റോൺസ്. ഈ ഫിനൈൽ കാറ്റയോൺസ് എന്ന് പറയുന്നത് അത്ര സ്റ്റേബിൾ അല്ല. സോ ദ ലെസർ സ്റ്റെബിലിറ്റി ഓഫ് ഫിനൈൽ കാറ്റയോൺ നമുക്ക് പറയാം. പിന്നെ ഇലക്ട്രോൺ റിപ്പൽഷൻ എന്ന് പറഞ്ഞിട്ട് 4 പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നുണ്ട്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ് റെസൊണൻസ് സ്റ്റെബിലൈസേഷനും ഡിഫറൻസ് ഇൻ ഹൈബ്രിഡൈസേഷനും CX ബോണ്ടും. എന്നിട്ട് ആ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണെന്ന് പറയാം. sp3 ആണ് ആൽക്കൈൽ ഹാലൈഡ്സിൽ, അത് അരൈൽ ഹാലൈഡ്സിലോട്ട് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? sp2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യൻസ് കണ്ടു. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് വീണ്ടും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തന്നെയാണ്. എന്താ SN1 റിയാക്ഷൻ? സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലർ റിയാക്ഷൻ വിച്ച് ഫോളോസ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. എത്ര മാർക്കിനാ? 1 മാർക്ക്. അത്ര എഴുതിയാൽ മതി. ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. ഇതിന് ആ ഒരു സ്ട്രക്ചറും കൂടെ ഒന്ന് എഴുതി കാണിച്ചു കൊടുക്കുക. നമ്മുടെ SN1 റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ടേർഷറി ആൽക്കൈൽ ഹാലൈഡൊക്കെ വെച്ചിട്ടുള്ള ഒരു റിയാക്ഷൻ പെട്ടെന്ന് അങ്ങോട്ട് എഴുതി കാണിച്ചു കൊടുക്കുക കേട്ടോ. CH3 നമ്മുടെ X പ്ലസ് ന്യൂക്ലിയോഫൈൽ വന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഫസ്റ്റ് സ്റ്റെപ്പിൽ ആര് ഫോം ചെയ്യുന്നു? നമ്മുടെ കാർബോകാറ്റയോൺ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഫോം ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? സെക്കൻഡ് സ്റ്റെപ്പായിട്ട് തന്നെ എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പിൽ പ്ലസ് CH3 ആര് അറ്റാച്ച് ചെയ്യുന്നു? ന്യൂക്ലിയോഫൈൽ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു. ഇവിടെ സ്റ്റീരിയോ കെമിക്കൽ ആസ്പെക്ട് ഒന്നും നിങ്ങൾ കാണിക്കാൻ നിൽക്കണ്ട. ന്യൂക്ലിയോഫൈൽ ഒന്ന് അറ്റാച്ച് ചെയ്യുന്നു, ജസ്റ്റ് CH3. ഇതാണ് നമ്മുടെ SN1 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. SN1 ടെർഷറിയാണ് കാണിക്കേണ്ടത്. അറേഞ്ച് ദി 4 ഐസോമെറിക് ബ്രോമോബ്യൂട്ടൈൻസ് ഇൻ ദി ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് SN1. അപ്പോൾ SN1 നമുക്കറിയാം ടെർഷറിയാണ് ഹയർ റിയാക്ടിവിറ്റി. അപ്പോൾ നമ്മൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ബ്രോമോബ്യൂട്ടൈൻസ് നമ്മൾ വരയ്ക്കുക. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ബ്രോമോബ്യൂട്ടൈൻസ് വരയ്ക്കുക. ബ്രോമോബ്യൂട്ടൈൻസ് വരച്ചിട്ട് നമ്മുടെ എന്ത് ചെയ്യുക? ടേർഷറിക്ക് റിയാക്ടിവിറ്റി കൂടുതൽ കൊടുക്കാം. ഓക്കെ, നമ്മുടെ ബ്രോമോബ്യൂട്ടൈൻസ് നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഈ BR അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. CH വരികയാണ്. ഒന്നിൽ CH3 ഒരു കാർബണിനെ അറ്റാച്ച് ചെയ്യുക. നമുക്ക് ടേർഷറി ആദ്യം വരയ്ക്കാം. CH3 ഇത് ബ്രോമോബ്യൂട്ടൈൻ അല്ലേ? ടേർഷറി ആണ് അല്ലേ? അതിന് അടുത്തത് എങ്ങനെ ഉണ്ടാവും? CH2 BR വരും. CH3 CH2 ഇതൊരെണ്ണം വരും. CH വന്നിട്ടുള്ളത് വരും. ദെൻ BR CH2 CH3. ഓക്കെ, അപ്പോൾ ഇത് പ്രൈമറി, ഇത് സെക്കൻഡറി, ദിസ് വൺ ടേർഷറി. കണ്ടോ? അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ റിയാക്ടിവിറ്റി ഉള്ളത്? ടേർഷറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഓക്കെ, മനസ്സിലായല്ലോ? ഡൗട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ദെൻ ഹൗ വിൽ യു പ്രിപ്പയർ? അപ്പോൾ ഇതിൽ 2 മാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 മാർക്ക് കൊടുത്തേക്കുന്നത്. ഒന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ സ്ട്രക്ചർ എഴുതാനും അറിയണം, 2 ആ ഓർഡർ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനാണ് 2 മാർക്ക്. How will you prepare chlorobenzene from benzene diazonium chloride? ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിൽ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ഉണ്ട്. അപ്പോൾ ഈ ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡിൽ നിന്ന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? ക്ലോറോബെൻസീൻ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമ്മൾ നെയിം റിയാക്ഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫിംഗൽസ്റ്റെയിൻ, സ്വാർട്സ്, അതുപോലെ തന്നെ സാൻമേഴ്സ് റിയാക്ഷനും പഠിച്ചു. അത് സാൻമേഴ്സ് റിയാക്ഷനിൽ എങ്ങനെയായിരുന്നു? നമ്മുടെ അമീൻസിനെ ഡയസോട്ടൈസേഷൻ ചെയ്ത് ഡയസോണിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നു. ഈ ഡയസോണിയം ക്ലോറൈഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? കോപ്പർ ഹാലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്കതിൽ നിന്ന് പ്രോഡക്റ്റ് കിട്ടുന്നു. ഏതാ? നമ്മുടെ ഹാലോ ആൽക്കിൻ കിട്ടുന്നു. നോക്കിയേ, NH2 ഡയസോട്ടൈസേഷൻ ചെയ്യുന്നു. Na2 പ്ലസ് HCl ആയിട്ട് റിയാക്ട് ചെയ്തപ്പോൾ N2 പ്ലസും Cl മൈനസും N2 പ്ലസും Cl മൈനസും ഫോം ചെയ്യുന്നു. ഈ N2 പ്ലസ് Cl മൈനസിനെ എന്ത് ചെയ്യുന്നു? N2 പ്ലസ് Cl മൈനസിനെ നമ്മൾ കോപ്പർ ഹാലജൻ, അതായത് കോപ്പർ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഹാലോ ആൽക്കി, അതായത് നമ്മുടെ ഹാലോ ബെൻസീൻ കിട്ടുന്നു.
കണ്ടോ, ക്ലോറോബെൻസിൻ കിട്ടുന്നു. ഇത്രയേ ഉള്ളൂ. നെയിം റിയാക്ഷൻ്റെ പേരെന്താണ്? സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. സാൻഡ്-മേയേഴ്സ് റിയാക്ഷൻ. ഓക്കെ അല്ലേ? അപ്പോൾ ആ റിയാക്ഷൻ്റെ പേരും ആ ജസ്റ്റ് പ്രോഡക്റ്റും ആ സ്ട്രക്ചറും എഴുതുന്നതിന് നമുക്ക് എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് എ സ്യൂട്ടബിൾ മെത്തേഡ് ടു കൺവേർട്ട് CH3CH2Br to CH3CH2I. നമുക്ക് ഹാലോ ബ്രോം, അതായത് നമ്മുടെ ആൽക്കൈൽ ബ്രോമൈഡിൽ നിന്നും ആൽക്കൈൽ അയോഡൈഡ് പ്രിപ്പയർ ചെയ്യണം. അയോഡൈഡിൻ്റെ പ്രിപ്പറേഷൻ നെയിം എന്താ? ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഓക്കെ, ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷനിലെ റിയേജൻറ്റ് ഏതായിരുന്നു? സോഡിയം അയോഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. നമ്മൾ എന്തെടുക്കുക? ആൽക്കൈൽ ക്ലോറൈഡോ ആൽക്കൈൽ ബ്രോമൈഡോ എടുക്കുക, അതിനെ സോഡിയം അയോഡൈഡും ആയിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. ഓക്കെ, CH3 CH2Br സോഡിയം അയോഡൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. എന്ത് കിട്ടുന്നു? നമ്മുടെ ബ്രോമിൻ മാറിയിട്ട് അവിടെ എന്ത് കിട്ടുന്നു? CH3CH2I ഈഥൈൽ അയോഡൈഡ് കിട്ടുന്നു. ഓക്കെ, ഫിംഗൽസ്റ്റെയിൻ റിയാക്ഷൻ. നെക്സ്റ്റ് വൺ, സജസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ എ സ്യൂട്ടബിൾ മെക്കാനിസം ഫോർ ദി ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്. അപ്പോൾ ക്വസ്റ്റനിൽ ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് എന്ന് പറയുന്നു, OH- ആയിട്ടുള്ള റിയാക്ഷൻ ആണെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ്, അപ്പോൾ നമ്മൾ ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് എങ്ങനെയാണ് ഇരിക്കുന്നത്? ബ്രോമിൻ CH3 3 പൊസിഷനിലും CH3 ആണല്ലോ, അതായത് ടെർഷ്യറി ബ്യൂട്ടൈലാണ്. ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആദ്യം എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ SN1 റിയാക്ഷൻ ആണെന്ന് എഴുതുന്നതാണ് ഫസ്റ്റ് 1 മാർക്ക് കിട്ടുക. SN1 റിയാക്ഷൻ ആണെന്ന് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് നടക്കുന്നു? കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ. കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് നടക്കുന്നു? ഈ കാർബോ കാറ്റയോൺ, ദിസ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റയോൺ എന്ത് ചെയ്യുന്നു? ഈ കാർബോ കാറ്റയോൺ നമ്മുടെ NaOH ന്യൂക്ലിയോഫൈൽ ആരാ? OH- ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. OH- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് CH3 ഫോം ചെയ്യുന്നു. ഓക്കെ, സോ ഇങ്ങനെയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുന്നത്. നമ്മുടെ ടെർഷ്യറി ബ്യൂട്ടൈൽ ബ്രോമൈഡ് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? കാർബോ കാറ്റയോൺ ഫോം ചെയ്യുന്നു ഫസ്റ്റ് സ്റ്റെപ്പിൽ. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ കാർബോ കാറ്റയോൺ എന്തായിട്ട് റിയാക്ട് ചെയ്യുന്നു? നമ്മുടെ OH- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു? നമ്മുടെ ന്യൂക്ലിയോഫൈൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹാലോ ആൽക്കെയിൻസ് അണ്ടർഗോ ബീറ്റ എലിമിനേഷൻ റിയാക്ഷൻ ഇൻ പ്രസൻസ് ഓഫ് ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സോ നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൻ്റെ അടുത്ത റിയാക്ഷൻ ബീറ്റ എലിമിനേഷൻ. എന്താ ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ ഹാലോ ആൽക്കെയിൻ നോക്കിയേ, CH3 CH2 ഇപ്പോൾ ഇങ്ങനെ CH2 Cl3. ഇവിടെ നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പ്, നമ്മൾ ഈ ആൽഫ ബീറ്റ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വേറെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെ എന്തെന്ന് വിളിക്കുന്നു? ആൽഫ കാർബൺ എന്ന് വിളിക്കുന്നു. ഓക്കെ, ആൽഫ കാർബൺ. ഈ ആൽഫയുടെ നിയർ ബൈ, അതായത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്ന കാർബണിൻ്റെ നെയ്ബറിങ് കാർബൺസിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ. അപ്പോൾ അത് ഒരെണ്ണം മാത്രമായിരിക്കുമോ? ചിലപ്പോൾ അങ്ങേ അറ്റത്തൊക്കെയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ബീറ്റ മാത്രമേ കാണത്തുള്ളൂ. പക്ഷെ ഇവിടെ നോക്കിയേ, ഇവിടെ കണ്ടോ, ഇതിന് നമ്മുടെ ആൽഫയ്ക്ക് നിയർ ബൈ ആയിട്ട് 2 ബീറ്റ പൊസിഷൻസ് വരുന്നുണ്ട്. കണ്ടോ, ഇതിനെയും നമുക്ക് ബീറ്റ എന്ന് വിളിക്കാം, ഇതിനെയും ബീറ്റ എന്ന് വിളിക്കാം. ഇങ്ങോട്ട് പോകുമ്പോൾ ഗാമ, അതിൻ്റെ ബീറ്റയുടെ അപ്പുറത്ത് നെയ്ബറിങ്ങിൽ വരുന്നതിന് ഗാമ ഡെൽറ്റ അങ്ങനെ പോകും. ഓക്കെ, സോ ഫങ്ഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ള കാർബണിനെ ആൽഫ എന്നും അതിൻ്റെ നെയ്ബറിങ് കാർബൺസിനെ വിളിക്കുന്ന പേരാണ്, ഒരു കാർബൺ ആവാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാവാം, ഒന്നാവാം അല്ലെങ്കിൽ 2 ആവാം, കാർബണിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ കാർബൺ. ഓക്കെ, അപ്പോൾ ഇവിടെ ബീറ്റ എലിമിനേഷൻ നടക്കും. നമ്മുടെ ഹാലോ ആൽക്കെയിൻസിന് ബീറ്റ എലിമിനേഷൻ നടക്കുന്നു. ബീറ്റ എലിമിനേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത് ഒരു ഡീഹൈഡ്രോ ഹാലജനേഷനാണ്. എന്താ ഡീഹൈഡ്രജനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രജൻ റിമൂവ് ആയി പോകുന്നു. അപ്പോൾ ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും നമ്മുടെ ഹാലജനും ഹൈഡ്രജനും ഒരുമിച്ച് ഇളകിപ്പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡീഹൈഡ്രോ ഹാലജനേഷൻ എന്ന് പറയുന്നത്. ഈ ഡീഹൈഡ്രോ ഹാലജനേഷനെ തന്നെ വിളിക്കുന്ന പേരാണ് ബീറ്റ എലിമിനേഷൻ. അപ്പോൾ നമുക്ക് ആ പേര് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഡീഹൈഡ്രോ ഹാലജനേഷൻ. അപ്പോൾ അതിലൊരു ഹാലജൻ ഇളകിപ്പോകുന്നു.
ഹാലജൻ ഏത് പൊസിഷനിലാണ്? ആൽഫ പൊസിഷൻ, അല്ലെങ്കിൽ ഹാലജൻ ഇരിക്കുന്ന പൊസിഷനെയാണ് നമ്മൾ ആൽഫ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഹാലജനും അതിനോടൊപ്പം അതിൻ്റെ ബീറ്റ പൊസിഷനിലിരിക്കുന്ന ഒരു ഹൈഡ്രജൻ, ഏതെങ്കിലും ഒരു ബീറ്റ പൊസിഷനിലിരിക്കുന്ന ഒരു ഹൈഡ്രജനും, അതായത് രണ്ട് പൊസിഷനിൽ നിന്ന് ഇളകിപ്പോയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടാവും, പക്ഷേ ഒന്ന് എമൗണ്ട് കൂടുതലും ഒന്ന് കുറവായിരിക്കും. അതായത് ഒന്ന് മേജർ പ്രോഡക്റ്റും ഒന്ന് മൈനർ പ്രോഡക്റ്റും ആയിരിക്കും. എമൗണ്ട് കൂടുതലുള്ളതിനെ നമ്മൾ മേജർ എന്നും കുറവുള്ളതിനെ മൈനർ എന്നും വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൽഫ പൊസിഷനിലുള്ള ഹാലജനോടൊപ്പം ബീറ്റ പൊസിഷനിലുള്ള ഹൈഡ്രജനും കൂടി ഇളകി പോകുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ഡീഹൈഡ്രോ ഹാലജനേഷൻ അല്ലെങ്കിൽ ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വിച്ച് ഈസ് ദ മേജർ പ്രോഡക്റ്റ് ഒബ്റ്റൈൻഡ് ബൈ ബീറ്റ എലിമിനേഷൻ ഓഫ് 2-bromopentane. 2-bromopentane ബീറ്റ എലിമിനേഷൻ നടന്നിട്ടുള്ള പ്രോഡക്റ്റ് ഏതാണ്? ഓക്കെ, 2-bromopentane നമുക്കൊന്ന് എഴുതി നോക്കാം. 2-bromopentane. 2-bromopentane ആണ് ഞാൻ എഴുതുന്നത്. CH3 CH CH2 CH2 CH3 ഇതാണ് നമ്മുടെ 2-bromopentane. ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യേണ്ട ബീറ്റ എലിമിനേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട്? ആൽക്കഹോളിക് പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ. ആൽക്കഹോളിക് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ബീറ്റ എലിമിനേഷൻ നടക്കും. ബീറ്റ എലിമിനേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കും. അപ്പോൾ ബീറ്റ എലിമിനേഷൻ പ്രോസസ്സ് നടക്കും. ഇവിടെ നോക്കിയേ, ഇതാണ് ആൽഫ പൊസിഷൻ, രണ്ട് ബീറ്റ പൊസിഷൻസ് ഉണ്ട്. ഓക്കെ, രണ്ട് ബീറ്റ പൊസിഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് പ്രോഡക്റ്റ് ഉണ്ടാവും എന്നറിയാം. രണ്ട് ബീറ്റയിൽ നിന്നും ആദ്യം ഇത് β1 എന്നും ഞാൻ β2 എന്ന് എടുക്കാം. ആദ്യം β1ൽ നിന്ന് ഹൈഡ്രജൻ പോയിട്ട് എന്താണ്? ഹൈഡ്രജൻ നമ്മുടെ ഹാലജനോടൊപ്പം പോയിട്ട് ഒരു പ്രോഡക്റ്റും β2ൽ നിന്ന് ഹൈഡ്രജൻ ഹാലജനോടൊപ്പം പോയിട്ട് അടുത്ത പ്രോഡക്റ്റും ഉണ്ടാവും. രണ്ട് പ്രോഡക്റ്റ് ഞാൻ എഴുതാം. ഓക്കെ, ആദ്യം നമുക്ക് β1ൽ നിന്ന് പോകുന്നത് എഴുതാം. β1ൽ നിന്ന് ഹൈഡ്രജൻ പോയി കഴിഞ്ഞാൽ അവിടെ CH2 ആവും. CH2 ആയി കഴിഞ്ഞാൽ അവിടെ എന്താവും? ഡബിൾ ബോണ്ട് ആവും. ഇതൊരു പ്രോഡക്റ്റ്. ദെൻ സെക്കൻഡ് പ്രോഡക്റ്റ് β2ൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ CH3 CH ഡബിൾ ബോണ്ട് CH CH2 CH3 രണ്ട് പ്രോഡക്റ്റ് ഉണ്ടായി. രണ്ടുപേരുടെയും പേര് നമുക്ക് നോക്കാം. ഇത് ഓക്കെ, ഇവിടെ ഒരാളും കൂടെ ഉണ്ട്. CH2 CH3. ദിസ് ഈസ് ഇത് എത്രയാ? 1 2 3 4 5 5 കാർബൺ ഉണ്ടല്ലേ. സോ പെൻറ്റ് 1 ഈനും പ്ലസ് പെൻറ്റ് 2 ഈനും നമുക്ക് കിട്ടി. രണ്ട് പ്രോഡക്റ്റ് കിട്ടി, കാരണം രണ്ട് ബീറ്റ പൊസിഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടി. സോ വിച്ച് ആർ ദി പ്രോഡക്ട്സ് എന്നല്ല, വിച്ച് ഈസ് ദ മേജർ പ്രോഡക്റ്റ്. ഒന്ന് മേജറും ഒന്ന് മൈനറുമാണ്. അപ്പോൾ ഈ മേജർ പ്രോഡക്റ്റ് ഏതാ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമുക്കൊരു റൂൾ ഉണ്ട്. റൂളിനെ വിളിക്കുന്ന പേരാണ് സെയ്റ്റ്സഫ് റൂൾ. ഓക്കെ, സെയ്റ്റ്സഫ് റൂൾ എന്ന് പറയാം. റൂളിൻ്റെ പേരെന്താ? സെയ്റ്റ്സഫ് റൂൾ. അതിൻ്റെ സ്പെല്ലിംഗ് രണ്ട് രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് കൊടുക്കുന്നുണ്ട്. സെയ്റ്റ്സഫ് ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്, അതായത് ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്. സെയ്റ്റ്സഫ് റൂൾ, ഈ രണ്ട് രീതിയിൽ സെയ്റ്റ്സഫ് റൂൾ എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൂൾ അനുസരിച്ചിട്ട് എന്താ പറയുന്നത്? ഇൻ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ ദ പ്രിഫേർഡ് പ്രോഡക്റ്റ് ഈസ് ദാറ്റ് ആൽക്കീൻ. ഒരു ആൽക്കീൻ ഉണ്ടാവുന്നു, അതിലെ പ്രിഫേർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ? വിച്ച് ഹാസ് ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച്ഡ് ടു ഡബിൾ ബോണ്ട്. ഡബിൾ ബോണ്ടിന് ചുറ്റും ആൽക്കൈൽ ഗ്രൂപ്പ് ഗ്രേറ്റർ ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആളായിരിക്കും എന്ത്? പ്രിഫേർഡ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ടഡ് കാർബണുമായിട്ട് ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. റൂൾ മനസ്സിലായോ? റൂളിൻ്റെ പേര് ബീറ്റ എലിമിനേഷൻ അല്ലെങ്കിൽ ഡീഹൈഡ്രോ ഹാലജനേഷൻ റിയാക്ഷൻ്റെ പ്രോഡക്റ്റിനെ നമുക്ക് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന റൂൾ ഏതാ? സെയ്റ്റ്സഫ് റൂൾ. അക്കോർഡിംഗ് ടു സെയ്റ്റ്സഫ് റൂൾ ഡീഹൈഡ്രോ ഹാലജനേഷനിൽ ഉണ്ടാകുന്ന ആൽക്കീനിലെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഡബിൾ ബോണ്ടഡ് സിസ്റ്റം, ഡബിൾ ബോണ്ടഡ് കാർബണായിട്ട് ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പോൾ നോക്കിയേ, ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. നമുക്ക് നോക്കിയാൽ നമ്മൾ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുള്ളതിനകത്ത് ഏതിലാണ്? സോ ഇതിലാണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട്, ഈ ഒരു ഡബിൾ ബോണ്ട് ഇവിടെ ഡബിൾ ബോണ്ട് വന്നിട്ടുള്ളത് ഈ പൊസിഷനിലാണ്. ഇതിലല്ലേ ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ടഡ് സിസ്റ്റത്തിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. സോ പെൻറ്റ് 2 ഇവിടുത്തെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഗ്രേറ്റർ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പെൻറ്റ് 2 സോ പെൻറ്റ് 2 ഈസ് മേജർ പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ? ഫസ്റ്റ് പാർട്ട് ഓക്കെ ആയി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. നെയിം ദ റൂൾ നമ്മൾ പറഞ്ഞു. Write the chemical equation for the preparation of
toluene by Woods-Fittig reaction. So അടുത്ത നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടായിരിക്കും ചോദിക്കുക. സോ Woods-Fittig നമ്മൾ നെയിം റിയാക്ഷൻ വുഡ്സ് റിയാക്ഷൻ പഠിക്കുന്നുണ്ട്, ഫിറ്റിക് റിയാക്ഷൻ പഠിക്കുന്നുണ്ട്, അതിനോടൊപ്പം Woods-Fittig റിയാക്ഷനും പഠിക്കുന്നുണ്ട്. ഓക്കെ, വുഡ്സ് പഠിക്കുന്നുണ്ട് സെപ്പറേറ്റ്, ഫിറ്റിക് സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്, Woods-Fittig പഠിക്കുന്നുണ്ട്. അപ്പോൾ ഈ Woods-Fittig നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മളൊരു ആൽക്കൈൽ ഹാലൈഡും എടുക്കും, ഒരു അരൈൽ ഹാലൈഡും എടുക്കും. രണ്ടിൻ്റെയും കൂടെ മിക്സർ എടുക്കുകയാണ്. വുഡ്സും ഫിറ്റിക്കും മിക്സ് ചെയ്യാണ്. വുഡ്സും ഫിറ്റിക്കും കൂടെ നമ്മൾ മിക്സ് ചെയ്യാണ്. ആ വുഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും സെപ്പറേറ്റ് പഠിക്കുന്നത് കുറച്ചും കൂടെ ക്ലിയർ ആവും. വുഡ്സ് റിയാക്ഷനും ഫിറ്റിക് റിയാക്ഷനും കൂടെ മിക്സ് ചെയ്യുന്ന പോലെ എന്ത് ചെയ്യുന്നു, ആൽക്കൈൽ ഹാലൈഡിൻ്റെയും അരൈൽ ഹാലൈഡിൻ്റെയും മിക്സർ എടുത്തിട്ട് ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു, സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, നമ്മുടെ ആ അരൈൽ ഗ്രൂപ്പിൽ ആ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകും. ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ടൊളുവീൻ്റെ പ്രിപ്പറേഷനാണ് ചോദിച്ചിട്ടുള്ളത്. എന്തിൻ്റെ പ്രിപ്പറേഷനാണ്? ടൊളുവീൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്ക് നോക്കാം, മിക്സർ ഓഫ് ആൽക്കൈൽ ഹാലൈഡ്. ആൽക്കൈൽ ഹാലൈഡ് ആയപ്പോൾ ഞാൻ എടുക്കേണ്ടത് ടൊളുവീൻ എന്ന് പറയുമ്പോൾ ബെൻസീൻ റിങ്ങിൽ CH3 അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ആര്? ടൊളുവീൻ. ബെൻസീൻ റിങ്ങിൽ CH3 അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് ടൊളുവീൻ. എനിക്ക് ടൊളുവീൻ കിട്ടണം. ടൊളുവീൻ കിട്ടാൻ വേണ്ടി ഞാൻ എടുക്കേണ്ട ആൽക്കൈൽ ഹാലൈഡ് ഏതാണ്? CH3X. ഇപ്പോൾ തൽക്കാലം CH3Cl നമുക്ക് എടുക്കാം. ദെൻ നമ്മുടെ ആരെടുക്കാം? നമ്മുടെ ബെൻസീൻ റിങ് എടുക്കുക. ബെൻസീൻ റിങ്ങിൽ നമ്മുടെ ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് എടുക്കുക. സോ ക്ലോറോ ബെൻസീനും CH3Cl നമുക്ക് എടുക്കാം. ഓക്കെ, ക്ലോറോ ബെൻസീനും CH3Cl എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കണ്ടീഷൻ എന്താ? സോഡിയം ഇൻ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ടൊളുവീൻ കിട്ടിയേ? ടൊളുവീൻ. സോ ഇതിന് റിയാക്ഷൻ്റെ പേരെന്താണ്? Woods-Fittig റിയാക്ഷൻ. ആൽക്കൈൽ ഹാലൈഡിൻ്റെ അരൈൽ ഹാലൈഡിൻ്റെയും ഈക്വൽ മിക്സർ എടുത്ത് മിക്സ് ചെയ്തിട്ട് ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ആൻഡ് ഡ്രൈ ഈതർ. സോ വി വിൽ ഗെറ്റ് ടൊളുവീൻ. ഓക്കെ, most of the organic chlorides, bromides and iodides react with certain metals to give compounds contain carbon metal bond. Okay, so നമ്മുടെ ഓർഗാനിക് ക്ലോറൈഡ്സും, അതായത് ഓർഗാനിക് ക്ലോറൈഡ്സ് അല്ലെങ്കിൽ ബ്രോമൈഡ്സ്, അപ്പം ഇത് മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്തിട്ടുള്ള ആ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? സോ ഗീവ് വൺ എക്സാമ്പിൾ ഓഫ് സച്ച് കോമ്പൗണ്ട്. അങ്ങനെ വിളിക്കുന്ന കോമ്പൗണ്ട് നമ്മൾ എന്താ വിളിക്കുക? ഓർഗാനിക് ഗ്രൂപ്പ് ഉണ്ട്, ഹാലൈഡ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു മെറ്റൽ ഉണ്ട്. സോ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് അല്ലേ? ദേ ആർ കോൾഡ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന വേറൊരു പേരെന്താ? ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിനെ വിളിക്കുന്ന വേറൊരു പേരെന്താ? ഗ്രിഗ്നാർഡ്സ് റിയേജന്റ്. എന്താണ്? ഗ്രിഗ്നാർഡ്സ് റിയേജന്റ്. ഗ്രിഗ്നാർഡ്സ് റിയേജന്റ്. ഗ്രിഗ്നാർഡ്സ് റിയേജന്റിന്റെ സിമ്പിൾ എന്താ? RMgX. ഇവരുടെ പൊളാരിറ്റി ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ മൈനസ്, ഡെൽറ്റ പ്ലസ്, ഡെൽറ്റ മൈനസ് ചാർജ് ഒക്കെ ഇവർക്ക് ഫോം ചെയ്യും. സോ അതിനൊരു എക്സാമ്പിൾ നമുക്ക് എഴുതാൻ പറയുമ്പോൾ CH3MgCl. ഓക്കെ, ഹൗ വിൽ യു പ്രിപ്പയർ ദി എബവ് കോമ്പൗണ്ട്? അപ്പോൾ ഈ കോമ്പൗണ്ടിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ കോമ്പൗണ്ടിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ടീഷൻ വേണ്ടത് ഡ്രൈ കണ്ടീഷനാണ് വേണ്ടത്. ഓക്കെ, ഈ കോമ്പൗണ്ടിൻ്റെ പ്രിപ്പറേഷനിൽ നമുക്ക് എപ്പോഴും വേണ്ടത് ഡ്രൈ കണ്ടീഷനാണ് വേണ്ടത്. അതായത് ഈ കോമ്പൗണ്ട്സ് ഇപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡ് ജസ്റ്റ് എന്താ മഗ്നീഷ്യമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? RMgX നമുക്ക് കിട്ടുന്നു. ഈ കോമ്പൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുക. എന്തിൻ്റെ പ്രസൻസിലാണ്? ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുക. ബിക്കോസ് നമ്മുടെ ഗ്രിഗ്നാർഡ്സ് റിയേജൻറ്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഡ്രൈ അല്ലാത്ത മോയ്സ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. RMgX ഫോം ചെയ്യുന്നതിന് പകരം RH അവിടെ ഫോം ചെയ്തിട്ട് ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. സോ വി നീഡ് എ ഡ്രൈ ഈതർ ഓർ ഡ്രൈ കണ്ടീഷൻ ടു ഫോം ഗ്രിഗ്നാർഡ് റിയേജൻറ്റ്. ഓക്കെ, ദെൻ നമ്മൾ പ്രിപ്പറേഷൻ കണ്ടു. ദെൻ അടുത്ത പാർട്ട്, റൈറ്റ് ഇൻ ടു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് ക്ലോറോബെൻസിൻ. സോ അത് അടുത്ത പാർട്ടിലുള്ളപ്പോൾ പറയാം. അപ്പോൾ ഗ്രിഗ്നാർഡ് റിയേജന്റ് മനസ്സിലായാലോ? ദേ ആർ കോൾഡ് ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്. RMgX ആണ് ജനറൽ ഫോമുല. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ നോക്കുക. പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുക. ഓക്കെ, സോ ഡ്രൈ കണ്ടീഷൻസ് എപ്പോഴും എന്താണ് ഇതിന് ആവശ്യമാണ്? ഡ്രൈ കണ്ടീഷൻസ് വേണം. കാരണം വാട്ടറിൻ്റെ കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺസ് ഫോം ചെയ്യും. ഇനി റൈറ്റ് ഇൻ ടു ഇലക്ട്രോഫിലിക് നമുക്ക് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കാം. എന്താണ് ഇലക്ട്രോഫിൽ? നമ്മൾ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ പഠിച്ചു അല്ലേ? ആൽക്കൈൽ ഹാലൈഡിൻ്റെ പഠിച്ചു, അതുപോലെ അരൈൽ ഹാലൈഡ് ലെസ് റിയാക്റ്റീവ് ആണെന്നുള്ള റീസൺസും കണ്ടു. അപ്പോൾ ഇവിടെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ, അപ്പോൾ നമ്മുടെ ബെൻസീൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോഫൈൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്. ഇലക്ട്രോൺ ലവിങ് സ്പീഷീസ്, ഇലക്ട്രോൺസിന് എന്ത് ചാർജാണ്? നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഇലക്ട്രോൺ ലവിങ് സ്പീഷീസിന് എന്ത് ചാർജ് ആയിരിക്കും? ഇലക്ട്രോൺ ലവിങ് സ്പീഷീസിന് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് സ്പീഷീസ്. എന്താണ്? ഇലക്ട്രോഫൈൽസ് എങ്ങനെയാ? ഇലക്ട്രോഫൈൽസ്
ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ചാർജ് എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബെൻസീൻ റിംഗ് എന്താ? ബെൻസീൻ റിംഗ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് സ്റ്റെബിലൈസ്ഡ് ആണ് അല്ലേ? നമ്മുടെ ഇലക്ട്രോൺസിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ബെൻസീൻ റിംഗ് എന്താണ്? ഹൈലി റിയാക്റ്റീവ് ടു ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും ആര്? നമ്മുടെ ബെൻസീൻ റിംഗ്. പക്ഷെ നമ്മുടെ ബെൻസീൻ റിംഗിൽ ഒരു ഹാലജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അത് നമ്മുടെ ബെൻസീൻ റിംഗിൽ ആര് വരുന്നു? ബെൻസീൻ റിംഗിൽ -I എഫക്റ്റ് ഉള്ള ഗ്രൂപ്പ് വരുന്നു. അതായത് കണ്ടോ, ക്ലോറിൻ, ഫ്ലൂറിൻ. അപ്പം ഇവരെന്താണ്? നെഗറ്റീവ് I എഫക്റ്റ് ഉള്ളത്, അതായത് ഇലക്ട്രോൺ വിത്ഡ്രോയിങ് നേച്ചറാണ് ഇവർക്കുള്ളത് അല്ലേ? എന്താണ്? Cl-. അതായത് നമ്മുടെ ഹാലൈഡ്സ് എങ്ങനെയാണ്? ഹാലൈഡ്സ് ആർ -I എഫക്റ്റ് ഗ്രൂപ്പ്സ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇലക്ട്രോൺ വിത്ഡ്രോയിങ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും? വരുന്ന ആൾക്കാരെ ഏത് പൊസിഷനിൽ ഇരുത്തത്തുള്ളൂ? ഓർത്തോ അല്ലെങ്കിൽ പാരാ പൊസിഷനിൽ മാത്രമേ ഇരുത്തത്തുള്ളൂ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമ്മുടെ ആൽക്കൈൽ ഹാലൈഡിൽ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇലക്ട്രോഫൈൽസിനെ ഏത് പൊസിഷനിൽ മാത്രമേ ഇരുത്തത്തുള്ളൂ? ദേ ആർ ഓർത്തോ പാരാ ഡയറക്റ്റിംഗ്. ഓർത്തിരിക്കേണ്ട പോയിന്റാണ്. ദേ ആർ ഓർത്തോ അല്ലെങ്കിൽ പാരാ ഡയറക്റ്റിംഗ് ആയിട്ട് മാത്രമേ കാര്യം നടക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതെങ്കിലും 2 എക്സാമ്പിൾ എഴുതാനാണ് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഹാലജനേഷൻ. 5 എണ്ണം ഉണ്ട് മെയിൻലി. അതിൽ 5 എണ്ണം നോക്കുക, 2 എണ്ണം നന്നായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഹാലജനേഷൻ നോക്കിയേ. ഹാലജനേഷൻ നമ്മുടെ ക്ലോറോബെൻസീൻ എടുത്തു. ആഡ് ആക്കേണ്ടതും ഹാലജനേഷനാണ്. അതായത് ഹാലജനെ തന്നെ ആഡ് ചെയ്യാനുള്ളത്. ഒരു ഹാലജൻ ഓൾറെഡി ഉണ്ട്, ഇനി ഒരു ഹാലജനെ ആഡ് ചെയ്യണം, റിങ്ങിലേക്ക് ആഡ് ചെയ്യണം. സോ എടുക്കേണ്ട റിയേജൻസ് ഓർത്തിരിക്കുക. ക്ലോറിൻ എന്തായാലും ഉണ്ട്, നമുക്കറിയാം. അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. എന്താണ് റിയേജൻ്റെ ഏതാണ്? അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. പിന്നെ നമ്മൾ ഓൾറെഡി പഠിച്ചു ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ നോക്കിയേ, ഓൾറെഡി ബെൻസീൻ ക്ലോറിൻ ഉണ്ടായിരുന്നു. സോ പാരാ പൊസിഷനിൽ ഒരെണ്ണം വരുന്നു, ഓർത്തോ പൊസിഷനിൽ ഒരെണ്ണം വരുന്നു. ഇതിലും അടുത്ത പോയിന്റ് ഓർത്തിരിക്കേണ്ടത്, എല്ലാ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കിയാലും കാണാൻ പറ്റും പാരാ ഡയറക്റ്റിങ്ങിൻ്റെ കോമ്പോസിഷനാണ് കൂടുതൽ. കണ്ടോ, മേജർ ആയിട്ടുള്ളത് എപ്പോഴും പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ്, അതായത് പാരാ ക്ലോറോബെൻസീൻ ആണ്. കണ്ടോ, 1,4-ഡൈക്ലോറോബെൻസീൻ. അതിൽ പാരാ പൊസിഷനിൽ വന്നിട്ടുള്ള ക്ലോറോബെൻസീൻ ആണ് എന്തായിട്ടുള്ളത്? മേജർ പ്രോഡക്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഹാലജനേഷനിൽ റിയേജൻറ്റ് മാത്രം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ബാക്കി എല്ലാം നിങ്ങൾക്ക് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ക്ലോറോബെൻസീൻ ക്ലോറിനുമായിട്ട് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് ഫെറിക് ക്ലോറൈഡ് സൊല്യൂഷൻ. പ്രോഡക്റ്റ് പാരയിലും ഓർത്തോ ഡയറക്റ്റിംഗ് ആയിട്ടുള്ളത് കിട്ടും. പാരയാണ് മേജർ പ്രോഡക്റ്റ്. ദെൻ നൈട്രേഷൻ. നമ്മുടെ ക്ലോറോബെൻസീൻ എടുക്കുന്നു നൈട്രേഷൻ ചെയ്യാൻ. നൈട്രേറ്റിംഗ് മിക്സ്ചർ വിച്ച് ഈസ് കോൾഡ് എന്താ? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡിൻ്റെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയും മിക്സറിനെയാണ് നമ്മൾ എന്ത് പറയുക? നൈട്രേറ്റിംഗ് മിക്സർ എന്ന് പറയുന്നത്. എന്താ നൈട്രേറ്റിംഗ് മിക്സർ? കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡ് പ്ലസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഇവർ രണ്ടുപേരാണ് ഇവിടുത്തെ റിയേജൻറ്റ്. ഇവരുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഓർത്തോ ആൻഡ് പാര കിട്ടും. സോ പാര ഈസ് മേജർ ഹിയർ. ഓർത്തോ പൊസിഷനിൽ എന്നോട്ട് വരുന്ന പ്രോഡക്റ്റ് എഴുതുക, പാര പൊസിഷനിൽ എന്നോട്ട് വരുന്ന പ്രോഡക്റ്റും എഴുതുക. ദെൻ സൾഫണേഷൻ നമ്മൾ ആഡ് ചെയ്യുന്നത് SO3H ഗ്രൂപ്പാണ്. SO2 എന്ന് എഴുതി വെക്കരുത്. നമുക്ക് എന്നോട്ട് എഴുതിയ പോലെ SO2 ചില കുട്ടികൾ പഠിക്കാതെ പോയി എഴുതുക, എല്ലാം ഒരേപോലെ ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജസ്റ്റ് അവിടെ ഒന്ന് നോക്കുക. SO3H ആണെന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ്, സൾഫണേഷനിലെ ഗ്രൂപ്പ്. സോ ഇവിടുത്തെ റിയേജൻറ്റ് ജസ്റ്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് മാത്രമേ സൾഫണേഷനിൽ നമ്മൾ എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ഏത് അറ്റാച്ച് ചെയ്യുന്ന ഇലക്ട്രോഫൈലിൻ്റെ പേരെന്താ? SO3H. ഓർത്തോ ആൻഡ് പാരാ പൊസിഷനിൽ നമുക്ക് കിട്ടും. മേജർ പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് പാരാ ഡയറക്റ്റിംഗ് ആണ്. ദെൻ ഫ്രീഡൽ ക്രാഫ്റ്റ്സ് ആൽക്കൈലേഷനും ഉണ്ട്, അസൈലേഷനും ഉണ്ട്. അതായത് ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നതുകൊണ്ട് അസൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നത്. ആൽക്കൈൽ ഗ്രൂപ്പിലാണെന്നുണ്ടെങ്കിൽ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. റിയേജൻറ്റ് നോക്കിയേ, CH3Cl. കണ്ടോ, CH3Cl. നമുക്ക് CH3 ഗ്രൂപ്പാണ് അറ്റാച്ച് ചെയ്യിക്കേണ്ടത്. സോ CH3Cl ആണ് അടുത്ത റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അപ്പോൾ ഇവർ രണ്ടുപേരും നിങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാം. ഇവിടെ രണ്ടുപേരും എടുക്കുന്ന റിയേജൻറ്റ് നോക്കിയാൽ ആൽക്കൈലേഷൻ്റെ കേസിൽ കണ്ടോ, ആൽക്കൈലേഷൻ്റെ കേസിൽ CH3Cl പ്ലസ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ്. അതുപോലെ അസൈലേഷൻ്റെ കേസിൽ CH3COCl പ്ലസ് സെയിം നമ്മുടെ
അൺഹൈഡ്രസ് അലൂമിനം ക്ലോറൈഡ്. ആൽക്കൈലേഷനും അസൈലേഷനും ചെറിയ വ്യത്യാസമേ ഉള്ളൂ. സോ ഓർത്തോ ആൻഡ് പാര ഡയറക്റ്റിംഗ് തന്നെയാണ്. ഏതാണ് പാരാ പൊസിഷനിൽ അറ്റാച്ച് ചെയ്യുന്നതാണ് എന്തായിട്ടുള്ളത് മേജർ പ്രോഡക്റ്റ്. നമ്മുടെ അസൈൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ എന്ന് ഓർത്തിരിക്കുക. ഇതാണ് നമ്മുടെ അസൈൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ. COCH3 എന്ന് പറയുന്നതാണ് നമ്മുടെ അസൈൽ ഗ്രൂപ്പിൻ്റെ സ്ട്രക്ചർ വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യനും നമ്മൾ ഓക്കെ ആയി. യെസ്, നമുക്ക് നമ്മുടെ ഫിറ്റിക് റിയാക്ഷൻ ഒന്ന് നോക്കാം. ഫിറ്റിക് റിയാക്ഷൻ എന്തായിരുന്നു? ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരൈൽ ഹാലൈഡ്സ് ഓൾസോ ഗീവ് അനലോഗസ് കോമ്പൗണ്ട്. നമ്മുടെ അരൈൽ ഹാലൈഡ്സ് എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? അരൈൽ ഹാലൈഡ്സ് അരൈൽ ഹാലൈഡ്സ് എന്ത് ചെയ്യുന്നു? കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് വരുന്നു? കറസ്പോണ്ടിങ് ഡൈഫിൻ. അതായത് രണ്ട് നമ്മുടെ അരൈൽ ഹാലൈഡ് RX എടുക്കുന്നു. രണ്ട് എന്താ ഫോർ എക്സാമ്പിൾ നോക്കിയാൽ 2 ക്ലോറോബെൻസീൻ എടുക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ആൻഡ് ഡ്രൈ ചെയ്ത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? നമുക്ക് ഡൈഫീനൈൽ കിട്ടുന്നു. ഓക്കെ, ഡൈഫീനൈൽ. സോ 2 മോളിക്യൂൾ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിറ്റിക് റിയാക്ഷൻ എന്ന് പറയാം. ഫിറ്റിക് റിയാക്ഷൻ. സോ 2 മോളിക്യൂൾസ് ഓഫ് അരൈൽ ഹാലൈഡ് എടുക്കുന്നു ഇൻ പ്രസൻസ് ഓഫ് സോഡിയം ഇൻ ഡ്രൈ ചെയ്താൽ നമുക്ക് എന്ത് ഡൈഫീനൈൽ കിട്ടുന്നു. പക്ഷെ നമ്മുടെ വുഡ്സ് റിയാക്ഷൻ ഇതുപോലെയാണ്. വുഡ്സ് റിയാക്ഷൻ നമ്മൾ എന്തെടുക്കുന്നു? 2 മോളിക്യൂള് ആൽക്കൈൽ ഹാലൈഡ് എടുക്കുന്നു. സെയിം റിയേജൻറ്റ് തന്നെയാണ്, സെയിം റിയേജൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ഇങ്ങനെ. ഇവിടെ അരൈൽ ഗ്രൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ വുഡ്സ് ഫിറ്റിക്ക് രണ്ടിൻ്റെയും കൂടെ മിക്സറാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് പഠിക്കുക. വുഡ്സിൽ നമ്മൾ ആൽക്കൈൽ ഹാലൈഡിനെ മിക്സർ എടുത്ത് മിക്സ് ചെയ്ത് 2 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ആൽക്കെയിൻ കിട്ടുന്നു. ഹൈഡ്രോ കാർബൺസിൽ ആൽക്കെയിൻ കിട്ടുന്നു. പക്ഷേ ഫിറ്റിക് റിയാക്ഷനിൽ എങ്ങനെയാണ്? 2 മോളിക്യൂള് എന്തെടുക്കുന്നുണ്ട്? 2 മോളിക്യൂള് അരൈൽ ഹാലൈഡ് എടുത്തിട്ട് സോഡിയം ഇൻ ഡ്രൈ ഈതറിൻ്റെ പ്രസൻസിൽ മിക്സ് ചെയ്യുന്ന സമയത്ത് ഡൈഫീനൽ 2 അരൈൽ ഗ്രൂപ്പ് അങ്ങോട്ട് ചേർന്ന് വരുന്നു. ഈ വുഡ്സ് ഫിറ്റിക് റിയാക്ഷനിൽ എന്തായിരുന്നു? ഈക്വൽ മിക്സർ ഓഫ് 2 ആൽക്കൈൽ ഹാലൈഡും അരൈൽ ഹാലൈഡും എടുത്തിട്ട് ആ അരൈൽ ഗ്രൂപ്പിൽ ആ ആൽക്കൈൽ ഗ്രൂപ്പ് വന്ന് അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റും കിട്ടുന്നു. 3 റിയാക്ഷൻസ് പഠിച്ചില്ലേ? വുഡ്സ് റിയാക്ഷൻ, ഫിറ്റിക് റിയാക്ഷൻ ആൻഡ് വുഡ്സ് ഫിറ്റിക് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, which of the following is not a polyhalogen compound? എന്താ പോളിഹാലജൻ? ഒന്നിൽ കൂടുതൽ ഹാലജൻസ് വന്നിട്ടുള്ള കോമ്പൗണ്ട്സിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പോളിഹാലജൻ കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മുടെ ക്ലോറോഫോം നമുക്ക് നോക്കാം. ക്ലോറോഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CHCl3. ഇതാണ് ആര്? നമ്മുടെ ക്ലോറോഫോം. ക്ലോറോഫോം അല്ലേ? ക്ലോറോഫോമിൽ നോക്കിയേ, 1 ക്ലോറിൻ, 2 ക്ലോറിൻ ആൻഡ് 3 ക്ലോറിൻ. ക്ലോറോഫോം എന്താ? ഇറ്റ്സ് എ പോളിഹാലജൻ കോമ്പൗണ്ട്. ക്ലോറോഫോം ഒരു പോളിഹാലജൻ കോമ്പൗണ്ട് ആണ്. ദെൻ നമ്മുടെ ഫ്രിയോൺ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും CFC, ക്ലോറോ ഫ്ലൂറോ, അതായത് CF2Cl2 എന്താണ്? പോളിഹാലജൻ കോമ്പൗണ്ട് ആണ് അല്ലേ? ദെൻ തേർഡ് വൺ ആരാ? കാർബൺ ടെട്രാക്ലോറൈഡ് CCl4 എന്താണ്? 4 ക്ലോറിൻ ഉണ്ട്, പോളിഹാലജൻ കോമ്പൗണ്ട് ആണ്. ദെൻ ഫോർത്ത് വൺ ആരാ? ക്ലോറോബെൻസീൻ. ക്ലോറോബെൻസീനിൽ ആര് മാത്രമേ ഉള്ളൂ? ഒരൊറ്റ ക്ലോറിൻ മാത്രമേ ഉള്ളൂ. സോ ആൻസർ ഏതാ? സോ ദിസ് ഈസ് കറക്റ്റ് ആൻസർ, ക്ലോറോബെൻസീൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ പോളിഹാലജൻ? ഹാലജൻ അല്ലാത്തത് ക്ലോറോബെൻസീൻ ആണ്. ക്ലോറോബെൻസീനിൽ ഒരു ഹാലജൻ ഗ്രൂപ്പ് മാത്രമേ അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് പോളിഹാലജൻ എന്താണെന്ന് അറിയാമെന്ന് മാത്രമല്ല, ഇവരുടെ സ്ട്രക്ചർ അറിയോ, ഇവരുടെ ഫോർമുല അറിയോ എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ DDT കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫ്രിയോൺസ്, അയോഡോഫോം അല്ലെ? അയോഡോഫോം എന്ന് പറഞ്ഞാൽ എന്താ? ക്ലോറോഫോം ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയോഡോഫോം എന്തായിരിക്കും? CHI3 ആയിരിക്കും. ആരാ? അയോഡോഫോം. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ഫ്രിയോൺസ്. ഓക്കെ, ഫ്രിയോൺസ് അതുപോലെയുള്ള കുറച്ച് പേരുകളും കാര്യങ്ങളൊക്കെ ഫോമുല ഓർത്തിരിക്കുക. ഗിവ് 1 യൂസ് ഈച്ച് ഓഫ് ഫ്രിയോൺടോൾ, DDT, CCl4 ആൻഡ് CHI3. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രിയോൺടോളും ഒക്കെ നമ്മുടെ ഇതൊക്കെ ജസ്റ്റ് തിയറി പഠിക്കാൻ എയറോസോൾ പ്രൊപ്പലൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നു. പ്രൊപ്പലൻസ് ഫ്രിയോൺടോൾ യൂസ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ DDT എന്ന് പറഞ്ഞാൽ എന്താ? ഡൈക്ലോറോ ഡൈഫീനൈൽ, ആ പേര് പഠിച്ചു വെക്കുക കേട്ടോ. ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥൈൻ. ദിസ് ഈസ് DDT. എന്തൊക്കെയാണ്? ഇൻസെക്ടിസൈഡ്, പെസ്റ്റിസൈഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു അല്ലേ? ഇൻസെക്ടിസൈഡ്. പെസ്റ്റിസൈഡ്സ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ അയോഡോഫോം എന്താ? ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നു. ദെൻ കാർബൺ ടെട്രാക്ലോറൈഡ് ഇതേപോലെ എയറോസോൾ പ്രൊപ്പലൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. സോ ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നിനും ഓരോ എക്സാമ്പിൾ വെച്ച് ഓർത്തിരിക്കുക. സ്ട്രക്ചറും ഫോമുലയും ഇമ്പോർട്ടൻ്റ് ആണ്.
ഓക്കെ, ഫുള്ളിരുന്ന് കാണാതെ പഠിച്ച് വായിച്ച് 1 മണിക്കൂർ 2 മണിക്കൂറൊന്നും ആ ഒരു പാട്ടിന് കളയത് ഒരൊറ്റ തവണ മാത്രം ജസ്റ്റ് വായിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് പോയിന്റ്സ് അടിവരയ്ക്കുള്ളത് കിട്ടും. ആ പോയിന്റ് മാത്രം പഠിച്ചിട്ട് പോവുക. ഷുവറായിട്ട് പഠിക്കേണ്ടത് ഓരോന്നിനും ഒരു യൂസ് ജസ്റ്റ് ഓർത്തിരിക്കുക. ദെൻ ഫോമുലയും സ്ട്രക്ചർ തന്നിട്ടുള്ളതിൽ സ്ട്രക്ചറും. ഓക്കെ, chloroform is slowly oxidized by air in the presence of light to a poisonous gas. Name the gas. ഓക്കെ, അതായത് നമ്മുടെ ക്ലോറോഫോം എപ്പോഴും അടച്ചു വെക്കണം എന്ന് പറയും. ക്ലോറോഫോം എന്ത് ചെയ്യുന്നു, നമ്മുടെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോറോഫോമിൽ നിന്ന് ഒരു ഗ്യാസ് ഫോം ചെയ്യും, പോയിസണസ് ഗ്യാസ്. ആ ഗ്യാസിൻ്റെ പേരാണ് ഫോസ്ജീൻ, അതായത് COCl2. ഫോസ്ജീൻ ഫോം ചെയ്യും. ഓക്കെ, സോ ക്ലോറോഫോമിൽ നിന്നും ആര് ഫോം ചെയ്യും? COCl2. ദിസ് ഈസ് ഫോസ്ജീൻ. ആ ഗ്യാസിൻ്റെ പേരാണ് ചോദിച്ചിട്ടുള്ളത്. നെയിം ദി ഗ്യാസ്. പേരും ഫോമുല എഴുതുക. ദിസ് ഈസ് പോയിസണസ് ഗ്യാസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മെക്കാനിസം, അതിൻ്റെ സ്റ്റീരിയോകെമിക്കൽ ആസ്പെക്ട് നന്നായിട്ട് എഴുതി തന്നെ പഠിക്കുക. ആ കാർബോകാറ്റോൺസിൻ്റെ ഓർഡറും കാര്യങ്ങളും ഒക്കെ, ആൽക്കൈൽ ഹാലയുടെ ഓർഡറും കാര്യങ്ങളും. സെക്കൻഡായിട്ട് നെയിം റിയാക്ഷൻസ്, ഫിംഗൽസ്റ്റെയിൻ, സ്വാർട്സ്, വുഡ്സ് ഫിറ്റിക്, ദെൻ ഗ്രിഗ്നാർഡ് റീജൻ, അപ്പോൾ പേരുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്ന് വായിച്ചു വിടുക. ഈ തിയറി പാർട്ടും ഒന്ന് വായിച്ചു വിടുക. നമ്മുടെ ഇപ്പോൾ ചാപ്റ്റർ ഓക്കെ ആയില്ലേ? ക്ലോറോബെൻസ്, നമ്മുടെ എന്താ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരിയൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഈസി ആയിട്ട് പഠിച്ചില്ലേ? ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക, കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.